ഹായ് ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് ദിശ. ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന സെക്ഷന് ലിറ്ററി തിയറി ആണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് തിയറി. പക്ഷെ നമുക്കിവിടെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് ഓരോ കോഡൊക്കെ വെച്ചിട്ട് അങ്ങനെ പഠിച്ചു പോകാം. ഓക്കെ, അപ്പം പറഞ്ഞു വരുവാണെങ്കിൽ നെറ്റിനൊപ്പം കൂടുതലായിട്ട് വെയിറ്റേജ് കൂടി കൂടി വരുന്ന ഒരു സെക്ഷനാണ് എന്ത് ലിറ്ററി തിയറി. നിങ്ങൾ ഒരിക്കലും ഈ ഏരിയ മിസ്സാക്കരുത്. ഇത് എന്തായാലും കാണണം. ഈ ലിറ്ററി തിയറി, ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, ഇന്ത്യൻ ലിറ്ററേച്ചർ, അതൊക്കെയാണ് മെയിൻ ആയിട്ട് വെയിറ്റേജ് ഉള്ള ഏരിയ. അപ്പൊ അതൊക്കെ മിസ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. എല്ലാ ക്ലാസ്സും കാണണം, എന്തായാലും കാണണം. ബട്ട് ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് ഈ ഒരു 3-4 ഏരിയ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ടേക്ക് പോകാം. വാട്ട് ഈസ് ലിറ്ററി തിയറി? എന്താണ് ലിറ്ററി തിയറി? ഫോക്കസസ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ഫ്രെയിംവർക്സ് ഫോർ അനലൈസിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ലിറ്ററേച്ചർ, എക്സ്പ്ലോറിംഗ് ഹൗ ആൻഡ് വൈ വി റീഡ് ടെക്സ്റ്റ്. അപ്പൊ മെയിൻ ആയിട്ട് ലിറ്ററി തിയറി എന്താന്ന് പറഞ്ഞാൽ, ഒരു ടെക്സ്റ്റ് റീഡ് ചെയ്യണമെങ്കിലും, ഒരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ആവട്ടെ, നോവൽ, പോം, അല്ലെങ്കിൽ ഒരു മൂവി, ലിറ്ററേച്ചറിൽ വരുന്ന എന്തോ ഒരു ജോൺറെ ആവട്ടെ, അത് നമുക്ക് റീഡ് ചെയ്യണമെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഐഡിയാസും മെത്തേഡ്സും വേണം. ആ സെറ്റ് ഓഫ് ഐഡിയാസും മെത്തേഡ്സും ഒക്കെയാണ് എന്ത് ലിറ്ററി തിയറി. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് ഹൗ ആൻഡ് വൈ വി റീഡ് ടെക്സ്റ്റ്. എങ്ങനെയാണ്, എന്തിനാണ് നമ്മൾ ടെക്സ്റ്റ് റീഡ് ചെയ്യുന്നത് എന്നതാണ് എന്ത് തിയറിയിൽ മെയിൻ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പൊ ലിറ്ററി ക്രിറ്റിസം എന്താണ്? അപ്പൊ നിങ്ങൾക്ക് വരേണ്ട ഒരു ഡൗട്ടാണ് ഇത്. ക്രിറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ വ്യത്യാസം? നിങ്ങൾക്ക് ആ ഡൗട്ട് വന്നിനോ? അപ്പൊ അത് എന്തായാലും വരണം. ലിറ്ററി ക്രിറ്റിസം എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് ഓഫ് ഐഡിയാസും മെത്തേഡ്സും, അതായത് ഈ ലിറ്ററി തിയറി ഡയറക്റ്റ് ആയിട്ട് ഒരു ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ കുറെ ഐഡിയാസും മെത്തേഡ്സും വേണമെന്ന് പറഞ്ഞു ഒരു ടെക്സ്റ്റ് അനലൈസ് ചെയ്യണം. അങ്ങനെ ആ ഐഡിയാസും സെറ്റ് ഓഫ് മെത്തേഡ്സും ഒക്കെ ഒരു ടെക്സ്റ്റിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് ആ ടെക്സ്റ്റ് അനലൈസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത് ലിറ്ററി ക്രിറ്റിസം. ഓക്കെ, മനസ്സിലായോ? ഇനി അതിൽ മെയിൻ ആയിട്ട് വാട്ട് ദ ടെക്സ്റ്റ് മീൻസ് എന്നതിലേക്കാണ് എക്സ്പ്ലോറേഷൻ പോകുന്നത്. വാട്ട് ദ ടെക്സ്റ്റ് മീൻസ്, എന്താണ് ഈ ടെക്സ്റ്റിന്റെ മീനിങ് എന്നുള്ളതിന്റെ ഒരു ആൻസർ ആണ് ലിറ്ററി ക്രിറ്റിസം. അപ്പൊ തിയറീസ് ആർ അബ്സ്ട്രാക്ട് ഐഡിയാസ്. തിയറീസ് എന്താണ്? അബ്സ്ട്രാക്ട് ഐഡിയാസ് ആണ്. ആൻഡ് ക്രിറ്റിസം ഇസ് ദെയർ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ടു ലിറ്ററേച്ചർ. അപ്പൊ എന്താണെന്ന് കറക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് പോകാം. ഓക്കെ, ലിറ്ററി തിയറി പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ്. എന്താണ് ലിറ്ററി തിയറി പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ, ഇത് മെയിൻ ആയിട്ട് NTA കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്ന ഒരു ഏരിയ ആണ്. വേൾഡ് വാർ 2 ശേഷം വരുന്ന തിയറീസിൽ നിന്നാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു വരുന്നത്. അപ്പൊ വേൾഡ് വാർ 2 എപ്പോഴായിരുന്നു ഡേറ്റ്? ഓക്കെ, അറിയോ? 1939 to 1945 ആണ് വേൾഡ് വാർ സെക്കൻഡ് വരുന്നത്. അപ്പൊ അതിന്റെ ശേഷം വന്ന തിയറീസ് ആണ് എന്ത് ലിറ്ററി തിയറി പോസ്റ്റ് വേൾഡ് വാർ 2. മനസ്സിലായോ? ഓക്കെ, ഇനി ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ് ലിറ്ററി തിയറി ബിക്കം ഇന്റർഡിസിപ്ലിനറി യൂസിങ് ഐഡിയാസ് ഫ്രം സോഷ്യോളജി, സൈക്കോളജി ആൻഡ് ഫിലോസഫി. പിന്നെ ലിറ്ററി തിയറി ഈ വേൾഡ് വാർ 2 ശേഷം വന്ന ലിറ്ററി തിയറിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് ഇന്റർ ഡിസിപ്ലിനറി ആയിരുന്നു. പല ഫീൽഡിൽ നിന്നും മിക്സ് ആയിട്ടാണ് തിയറീസും അതായത് ഐഡിയാസും മെത്തഡ്സും ഒക്കെ ഫോം ചെയ്തത്. ഏതൊക്കെ ഫീൽഡ് മിക്സ് ആയിട്ടാണ്? സോഷ്യോളജിയും സൈക്കോളജിയും ഫിലോസഫിയും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് അനലൈസിങ് ആയിരുന്നു അവിടെ നടന്നിരുന്നത്. അപ്പൊ ഫോക്കസ് ഷിഫ്റ്റ് ടു ഇഷ്യൂസ് ലൈക്ക് പവർ, ഐഡന്റിറ്റി, ജെൻഡർ, റേസ് ആൻഡ് ക്ലാസ്. പണ്ടത്തെ ലിറ്ററി തിയറി മെയിൻ ആയിട്ട് ടെക്സ്റ്റിന്റെ ഫോം എന്താണ്, ടെക്സ്റ്റ് എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ. അതായത് ഇതിന്റെ പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡിന്റെ, അതായത് വേൾഡ് വാർ സെക്കൻഡിന്റെ മുമ്പ് വന്ന തിയറീസ് ഒക്കെ മെയിൻ ആയിട്ട് ടെക്സ്റ്റിന്റെ ഫോമും ടെക്സ്റ്റിന്റെ സ്ട്രക്ചറും അതൊക്കെ ആയിരുന്നു മെയിൻ ആയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. ബട്ട് പിന്നീട് വന്ന തിയറീസ് മെയിൻ ആയിട്ട് എന്തിലാണ് ഫോക്കസ് ചെയ്തത്? പവർ, ഐഡന്റിറ്റി, ജെൻഡർ ഇഷ്യൂസ്, റേസ്, ക്ലാസ് ഇഷ്യൂസ്, അതൊക്കെ ആയിരുന്നു മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത്. ഓക്കെ, മൂവ്ഡ് ബിയോണ്ട് ടെക്സ്റ്റ് അനാലിസിസ് ടു എക്സ്പ്ലോർ ലിറ്ററേച്ചേഴ്സ് കണക്ഷൻ ടു സൊസൈറ്റി ആൻഡ് കൾച്ചർ. മെയിൻ ആയിട്ട് സൊസൈറ്റിയും കൾച്ചറും ഒക്കെ കൂടെ വരുന്ന ഒരു സെറ്റ് ഓഫ് ഐഡിയാസ്, സെറ്റ് ഓഫ് തിയറി ആയിരുന്നു എപ്പം വന്നത്? വേൾഡ് വാർ 2 ശേഷം വന്നത്. ന്യൂ അപ്രോച്ചസ് ലൈക്ക് സ്ട്രക്ചറലിസം, ഫെമിനിസം, പോസ്റ്റ് കൊളോണിയലിസം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എമേർജ് ചെയ്തത് വേൾഡ് വാർ സെക്കൻഡിന്റെ ശേഷം. അപ്പൊ നമ്മൾ ഈ തിയറി എല്ലാം പഠിക്കും, എല്ലാം നമ്മൾ മിസ് ചെയ്യാണ്ട് പഠിക്കും. ഓക്കെ, ഇനി
ട്രഡീഷണൽ തിയറിയും അതായത് ന്യൂ ലിറ്റററി തിയറി, വേൾഡ് വാർ സെക്കൻഡിന് ശേഷം വന്ന തിയറിയും തമ്മിലുള്ള ഒരു ചെറിയൊരു ഡിഫറൻസ് ആണ് ഈ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ട്രഡീഷണൽ ലിറ്റററി തിയറിയിൽ മെയിൻ ആയിട്ട് എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞാല് ഫോക്കസ്ഡ് ഓൺ ദ ഓതേഴ്സ് ഇന്റന്റ് ആൻഡ് ദ ടെക്സ്റ്റ് മീനിങ്. ഓതേഴ്സിന്റെ ഒരു ഇന്റന്റ്, ഓതേഴ്സിന്റെ മൈൻഡ് എന്താണ്, അതുപോലെ തന്നെ ടെക്സ്റ്റിന്റെ മീനിങ് എന്താണ് എന്നൊക്കെ ആയിരുന്നു മെയിൻ ആയിട്ട് ട്രഡീഷണൽ ആയിട്ട് പണ്ടത്തെ ലിറ്റററി തിയറിയിൽ എക്സ്പ്ലോർ ചെയ്തത്. ബട്ട് ഇപ്പം ന്യൂ ലിറ്റററി തിയറിയിൽ എന്താണ്, എക്സ്പ്ലോർസ് ദ റീഡേഴ്സ് റോൾ, സോഷ്യൽ കോണ്ടെക്സ്റ്റ്, മൾട്ടിപ്പിൾ ഇന്റർപ്രിട്ടേഷൻസ്. ഇപ്പം വന്ന തിയറീസിൽ മെയിൻ ആയിട്ട് റീഡേഴ്സിന്റെ റോൾ എന്താണ്, റീഡേഴ്സിനാണ് റോള്. ഓക്കെ, ട്രഡീഷണൽ എന്തായിരുന്നു റോൾ, ആർക്കായിരുന്നു, ഓതർ. ഇപ്പം റീഡേഴ്സിന് വേണ്ട പോലെ ഇന്റർപ്രിറ്റ്, വേണ്ട പോലെ അതിന് ഡെഫിനിഷൻ കൊടുക്കുക. ഇപ്പോൾ ഒരു മൂവി കണ്ടാൽ നമ്മൾ എന്താണ് റിവ്യൂ ചോദിക്കുന്ന കണ്ടില്ലേ, അപ്പൊ പലർക്കും പല റിവ്യൂസ് ആയിരിക്കും. അപ്പൊ ഇപ്പം മെയിൻ ആയിട്ട് മൂവി ഡയറക്റ്റ് ചെയ്ത ആൾക്കാർക്കല്ല വാല്യൂ ഉള്ളത്, കണ്ടിറങ്ങുന്ന കാണികൾ, ഓഡിയൻസിന്റെ ഒരു റിപ്ലൈ ആണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് അല്ലേ. ആ റിവ്യൂ കേട്ടിട്ടില്ലേ നമ്മൾ പിന്നെ മൂവി കാണാൻ പോവാ, അല്ലാണ്ട് ഡയറക്ടർ പറയാണ് ഞാൻ ഇന്നതൊക്കെ ചെയ്തു എന്നിട്ടാണോ നമ്മൾ മൂവി കാണാൻ പോകുന്നത്? അല്ല, നമ്മൾ റിവ്യൂ നോക്കിയിട്ടാണ് മൂവി കാണാൻ പോകുന്നത്. സെയിം ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ ന്യൂ തിയറിയിൽ എന്താണ് വരുന്നത്, എക്സ്പ്ലോർസ് ദ റീഡേഴ്സ് റോള്, റീഡേഴ്സിന്റെ റോള് എക്സ്പ്ലോർ ചെയ്യുന്നു. പിന്നെ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്താണ്, ഒരു സൊസൈറ്റൽ ഒരു സിറ്റുവേഷൻ ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഇന്റർപ്രിട്ടേഷൻസ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇന്റർപ്രിട്ടേറ്റ് ചെയ്യാം ഒരു വർക്ക്. ഓക്കെ, ഇനി ട്രഡീഷണൽ ലിറ്റററി തിയറിയിൽ വരുവാണെങ്കിൽ സെന്റേർഡ് ഓൺ ലിറ്റററി എലിമെന്റ്സ് ലൈക്ക് പ്ലോട്ട്, തീം, ക്യാരക്ടർ. മെയിൻ ആയിട്ട് അത് ഒരു വർക്കിന്റെ പ്ലോട്ട് എന്താണ്, തീം എന്താണ്, ക്യാരക്ടർ എങ്ങനെയാണ് എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ തിയറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് സ്റ്റഡീസ് ലിറ്ററേച്ചേഴ്സ് കണക്ഷൻ ടു പവർ, ഐഡന്റിറ്റി, റേസ്, ക്ലാസ്. ആ വേറെ എലമെന്റ്സ് മാറി, മനസ്സിലായോ? മെയിൻ ആയിട്ട് പവറിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഈ പവറിനെ കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഐഡന്റിറ്റിനെ കുറിച്ച്, ജെൻഡറിനെ കുറിച്ച്, റേസിനെ കുറിച്ച്, ക്ലാസിനെ കുറിച്ച്. അതാണ് ഈ മാർക്സിസം, ഫെമിനിസം, ജെൻഡറിനെ കുറിച്ചല്ലേ. അപ്പൊ അങ്ങനെ പുതിയ പുതിയ ഫീൽഡിലേക്ക് ഇറങ്ങി കളിക്കാൻ തുടങ്ങി ലിറ്റററി തിയറി. ഓക്കെ, മനസ്സിലായോ? ഇനി ട്രീറ്റഡ് ടെക്സ്റ്റ് ആസ് ടൈംലെസ് വർക്ക്സ് വിത്ത് യൂണിവേഴ്സൽ മീനിങ്സ്. അപ്പോൾ ആദ്യമേ പ്രീസെറ്റ് ചെയ്തു വെച്ച ഒരു മീനിങ് ഉണ്ടായിരുന്നു പണ്ടത്തെ ടെക്സ്റ്റിന്, അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അതിലപ്പുറം ഒരു മീനിങ് ഇല്ല. അങ്ങനെയായിരുന്നു പണ്ടത്തെ തിയറി. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ്, വ്യൂ ടെക്സ്റ്റ് ആസ് പ്രോഡക്ട്സ് ഓഫ് ദെയർ ടൈം, കൾച്ചർ ആൻഡ് ഐഡിയോളജി. ഇപ്പൊ നമ്മൾ ഒരു ടെക്സ്റ്റിനെ കാണുന്നത് എങ്ങനെയാണ്, അന്നത്തെ കാലഘട്ടത്തിലെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട്. അതായത് ഇപ്പൊ പണ്ടത്തെ ഷേക്സ്പിയറിന്റെ വർക്ക്സ് ഒക്കെ വായിച്ചു നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റും ആ ക്വീൻ എലിസബത്തിന്റെ ഒരു ഇൻഫ്ലുവൻസും ഒരു ഇമ്പാക്റ്റും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അങ്ങനെയാണ് ഒരു വർക്കിനെ ഇപ്പൊ കാണുന്നത് അല്ലെ. അപ്പൊ പണ്ടത്തെ ഇതൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ. പക്ഷെ പണ്ടത്തെ ലിറ്റററി തിയറി അങ്ങനെയല്ല കണ്ടത്. ടെക്സ്റ്റിന് ഒരു മീനിങ് ഉണ്ട്, അത് എന്നാണ് അതിന്റെ മീനിങ്, സെറ്റ് ചെയ്ത് വെച്ചൊരു മീനിങ് ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ റിലീഡ് ഓൺ ക്ലോസ് റീഡിങ് ഓഫ് ദ ടെക്സ്റ്റ്. ഏത് ട്രഡീഷണൽ ലിറ്റററി തിയറി ക്ലോസ് റീഡിങ്ങിലായിരുന്നു. ഒരു ടെക്സ്റ്റ് എടുക്കുകയാണ്, ഇപ്പൊ ഒരു നോവൽ എടുക്കുകയാണ്, ആ നോവലിനെ ക്ലോസ് റീഡ് ചെയ്യുക, പുറത്തേക്കൊന്നും പോകണ്ട, ഓതറിന്റെ ബയോഗ്രഫി നോക്കണ്ട, പുറമേയുള്ള ഒരു കോണ്ടെക്സ്റ്റും സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഇല്ല, ഓൺലി ഇൻ ദ ബുക്ക് വായിക്കുക, അതിന്റെ മീനിങ് കണ്ടെത്തുക. അതായത് അതിന്റെ ഉള്ളിൽ തന്നെ അതിന്റെ ഫോമും അതിന്റെ ക്യാരക്ടർ, തീം, അതൊക്കെ തന്നെ, അതിന്റെ പുറത്തോട്ടേക്ക് ഇല്ല. ദെൻ ഇപ്പോഴത്തെ തിയറി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, യൂസസ് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചസ്. ഇപ്പൊ അപ്രോച്ചസ് ഒക്കെ ഇന്റർഡിസിപ്ലിനറി, ഡിഫറെന്റ് ഏരിയാസ് എന്നാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഏതൊക്കെ ഏരിയാസ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ സോഷ്യോളജിയും സൈക്കോളജിയും കൾച്ചർ സ്റ്റഡീസും ഒക്കെ കൂടെ മിക്സ് ആയിട്ടാണ് ഇപ്പോഴത്തെ തിയറി വരുന്നത്. ഇനി ഫേവേർഡ് ഒബ്ജക്റ്റീവ് അനാലിസിസ് വിത്ത് ഫിക്സഡ് മീനിങ്സ്. അതായത് അനാലിസിസ്, ഒരു വർക്കിന്റെ അനാലിസിസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഓക്കെ, അപ്പോൾ അനാലിസിസ്, ഒരു ടെക്സ്റ്റിന്റെ അനാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഫിക്സഡ് മീനിങ് ആണെന്നാണ് ഇവർ പറയുന്നത്. പറഞ്ഞ തന്നെ എങ്ങനെ പറയുകയാണെ, ഫിക്സഡ് മീനിങ്, പണ്ടത്തെ തിയറിന്റെ എന്താണ്, ഫിക്സഡ് മീനിങ് ആണ്, അതിലപ്പുറത്തേക്ക് ഒരു മീനിങ് ഇല്ല ആ ടെക്സ്റ്റിന്. മനസ്സിലായോ? ഇനി ഇപ്പം വന്ന തിയറി എന്ന് പറഞ്ഞാൽ ബിലീഫ്സ് മീനിങ്സ് ആർ അൺസ്റ്റേബിൾ ആൻഡ് ഓപ്പൺ ടു ഇന്റർപ്രിട്ടേഷൻ. ഇപ്പോഴത്തെ ഒരു തിയറിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ബിലീഫ്സ് മീനിങ്സ് ആർ അൺസ്റ്റേബിൾ, മീനിങ്സ് ശരിക്കും സ്റ്റേബിൾ അല്ല. ശരിക്കും ഒരു ടെക്സ്റ്റ് വായിച്ചാൽ മീനിങ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അല്ല, ഒരു മീനിങ് അല്ല ഒരു ടെക്സ്റ്റിനുള്ളത്, അതിന് മൾട്ടിപ്പിൾ മീനിങ് വരും, മൾട്ടിപ്പിൾ ഇന്റർപ്രിട്ടേഷൻസ് വരും. ഇപ്പൊ ഞാനൊരു നോവൽ ഞാനൊരു മൂവി കാണാണ്. ഓക്കെ, ഞാനൊരു മൂവി കണ്ട്, അപ്പൊ എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ അല്ലായിരിക്കും നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് അപ്രോച്ചസ് ആയിരിക്കും ഓരോ മൂവിനോട് ഉണ്ടാവുക. ഓക്കെ, മനസ്സിലായോ? ദെൻ ഈ ട്രഡീഷണൽ ലിറ്റററി തിയറി എന്ന് പറയുമ്പോൾ അതിന്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഫോർമലിസം, ന്യൂ ക്രിറ്റിസം. അതൊക്കെയാണ് ഈ രണ്ട് തിയറീസ് ആണ് ട്രഡീഷണൽ ലിറ്റററി തിയറിയിൽ വരുന്നത്. ദെൻ വേൾഡ് വാർ സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള തിയറീസ് എന്താണ്? ഏതൊക്കെയാണ്? ഫെമിനിസം, പോസ്റ്റ് കൊളോണിയലിസം, ഡീകൺസ്ട്രക്ഷൻ, അങ്ങനെ കുറെ തിയറീസ് വരുന്നുണ്ട്. എല്ലാ തിയറീസും നമ്മൾ പഠിക്കും. നമ്മൾ ട്രഡീഷണൽ തിയറിയും പഠിക്കും, ഇപ്പോഴത്തെ ന്യൂ തിയറീസും നമ്മൾ പഠിക്കുന്നതാണ്. എല്ലാം നമ്മൾ കൃത്യമായിട്ട് ക്രോണോളജിക്കൽ ഓർഡറിലാണ് പോവുക. റൈറ്റേഴ്സും വർക്ക്സും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ പോയിന്റ്സും ഇങ്ങനെ പറഞ്ഞു തരും. ഈ തിയറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സമ്മറി പഠിക്കണ്ട, എന്താ പറയാ, അങ്ങനെ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ പോലെ ഹിസ്റ്ററിക്കൽ കോണ്ടെക്സ്റ്റോ ഒന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു തിയറി എടുക്കുന്നു, അതിലെ കീ ഫിഗേഴ്സ്, ഇമ്പോർട്ടന്റ് എലമെന്റ്സ്, ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സ് പഠിക്കുന്നു. ദെൻ അവരുടെ വർക്ക്സ് സമ്മറി ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് അവരുടെ വർക്ക്സ്, ഇത് ഇന്നയാളുടെ വർക്കാണ്, ഇന്ന ഡേറ്റിനാണ് പബ്ലിഷ് ചെയ്തത്, മതി. ഇത്ര ആളും തിയറി എന്ന് പറഞ്ഞാൽ ഇത്ര ആളും സിമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എന്ത്? ലിറ്റററി തിയറി. ഓക്കെ, അപ്പം ഫോർമലിസം എന്ന് പറഞ്ഞിട്ടുള്ള തിയറി, അതിന്റെ അണ്ടറിൽ വരുന്ന രണ്ട് തിയറിയാണ് റഷ്യൻ ഫോർമലിസം, ന്യൂ ക്രിറ്റിസം. ശരിക്കും ചെറിയ ഡിഫറൻസ് ആണല്ലോ ഈ രണ്ട് തിയറിയും തമ്മിൽ, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണല്ലോ അത് ഫോർമലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അംബ്രല ടേമിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്ത്? റഷ്യൻ ഫോർമലിസം, ന്യൂ ക്രിറ്റിസം. ഓക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞത്, ഇതൊന്നും കണ്ടു പേടിക്കണ്ട. ഫസ്റ്റ് നമുക്ക് റഷ്യൻ ഫോർമലിസം എന്താന്ന് നോക്കാം. റഷ്യൻ ഫോർമലിസം ശരിക്കും എമർജ് ചെയ്തത് എന്ന് പറഞ്ഞാൽ 1915 to 1920s ആ കാലഘട്ടത്തിൽ വന്ന ഒരു തിയറിയാണ് എന്ത്? റഷ്യൻ ഫോർമലിസം. റഷ്യ, ബ്രിട്ടൻ എമർജ് ചെയ്തത്, മനസ്സിലായോ? ഓക്കെ. ന്യൂ ക്രിറ്റിസം എന്ന് പറഞ്ഞാൽ 1920 to 1960 വരെ കാലഘട്ടത്തിൽ വന്ന ഒരു തിയറിയാണ് ന്യൂ ക്രിറ്റിസം. അത് US-ലായിരുന്നു വന്നത്, എമർജ് ചെയ്തത്. അത് മനസ്സിലായില്ലേ? നമുക്ക് ഓരോ തിയറി ആയിട്ട് എടുത്ത് പഠിക്കാം. റഷ്യൻ ഫോർമലിസം എന്താണ്? റഷ്യൻ ഫോർമലിസം ആ പേരിൽ തന്നെ ഉണ്ട്, റഷ്യയിൽ എമർജ് ചെയ്തത്. അപ്പൊ അത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് പഠിക്കേണ്ടത് അതിന്റെ ഒരു സ്പാനിങ് ആണ്. അപ്പോൾ 1910s to 1930s, 1910 മുതൽ 1930 വരെയാണ് റഷ്യൻ ഫോർമലിസം. ഇപ്പം തന്നെ എന്റെ കൂടെ തന്നെ പറഞ്ഞു. ഇൻഫ്ലുവൻസിങ് നോട്ട് ജസ്റ്റ് റഷ്യ ബട്ട് ഓൾസോ അതർ കൺട്രീസ് ലൈക്ക് ബ്രിട്ടൻ. റഷ്യയില് മാത്രല്ല, പക്ഷെ ബ്രിട്ടനിലേക്കും കൂടെ അതിങ്ങനെ സ്പ്രെഡ് ആയിട്ട് പോയിട്ടുണ്ട്. ഇറ്റ്സ് മെമ്പേഴ്സ് ഇൻക്ലൂഡഡ് നോട്ടബിൾ സ്കോളേഴ്സ് ലൈക്ക്, ആരൊക്കെയാണ് മെമ്പേഴ്സ്? വിക്ടർ ശ്ലോവസ്കി, യൂരി ടിനിയാനോവ്, വ്ളാഡിമിർ പ്രോബ്, ബോറിസ് ഈക്കൻബം, റോമൻ യേക്കബ്സൺ, ബോറിസ് തൊമാഷെവ്സ്കി ആൻഡ് ഗ്രിഗറി ഗുക്കോവ്സ്കി. മനസ്സിലായോ? ഇപ്പൊ റഷ്യൻ നെയിംസ് ഒക്കെ കേട്ട സ്കീ എന്നുള്ള ഒരു ടേം അവിടെ വരും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇവരെ തിരിച്ചറിയാൻ പറ്റും. റഷ്യൻ ഫോർമലിസം ത്തിന്റെ ഒരു തിങ്കേഴ്സിനൊക്കെ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നെയിംസ് ആണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ വിക്ടർ ശ്ലോവസ്കി, ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന രണ്ട് പേരുണ്ട്, വിക്ടർ ശ്ലോവസ്കി, റോമൻ യേക്കബ്സൺ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ആണ് ഇത്. ഓക്കെ, റഷ്യൻ ഫോർമലിസം എന്ന് കേട്ടാൽ തന്നെ മനസ്സിൽ വരേണ്ടത് എന്താണ്? വിക്ടർ ശ്ലോവസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ. അതെങ്കിലും ആരും ഇല്ലെങ്കിലും ഇയാളെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വരണം. ഓക്കെ, വാട്ട് ദേ ഫോക്കസ്ഡ്, എന്താണ് അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത്? എന്തിനാണ് റഷ്യൻ ഫോർമലിസ്റ്റ് ഒക്കെ എന്തിനാണ് ഫോക്കസ് ചെയ്തത് നോക്കാം. ദേ സ്റ്റഡിഡ് പോയറ്റിക് ടെക്നിക്, ലാംഗ്വേജ് ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് ലിറ്ററേച്ചർ. ഓരോ പോയറ്റിക് ടെക്നിക്സ് അവര് നോക്കിയിട്ടുണ്ട്, ഫോക്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാംഗ്വേജ്, ടെക്സ്റ്റിന്റെ ഒരു ലാംഗ്വേജ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ദ സ്ട്രക്ചർ ഓഫ് ലിറ്ററേച്ചറിന്റെ ഒരു സ്ട്രക്ചറും നോക്കിയിട്ടുണ്ട്. ദേ ബിലീവ് ദാറ്റ് ലിറ്റററി ലാംഗ്വേജ് ഇസ് ഡിഫറെന്റ് ഫ്രം എവറിഡേ ലാംഗ്വേജ്. അപ്പൊ ഇവര് മെയിൻ ആയിട്ട് ലാംഗ്വേജിലേക്കാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അവർ പറഞ്ഞതെന്ന് പറഞ്ഞാല് ലിറ്റററി ലാംഗ്വേജ് ഇസ് ഡിഫറെന്റ് ഫ്രം എവറിഡേ ലാംഗ്വേജ്. നമ്മൾ സാഹിത്യ ഭാഷ എന്ന് പറയുന്നത് ഒരു നോവലിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, അല്ലെങ്കിൽ ഒരു പോയട്രിയിൽ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് അല്ല എവറിഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. എവറിഡേ ലൈഫിൽ ഉള്ള ഒരു ലാംഗ്വേജ് വേറെയാണെന്നാണ് ഇവർ പറയുന്നത്. അത് റെഡിയല്ലേ? ശരിക്കും നമ്മൾ ഇപ്പൊ ഒരു പോയത്തിൽ യൂസ് ചെയ്യുന്ന ഒരു സാഹിത്യ ഭാഷയാണോ നമ്മൾ ശരിക്കും എവറിഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നത്? അല്ലല്ലോ. അപ്പൊ അവര് പറയുന്ന ഒരു പോയിന്റ് അവിടെ കറക്റ്റ് ആണ്. ലിറ്ററേച്ചർ യൂസേഴ്സ് ലാംഗ്വേജ് ഇൻ എ യുണീക് സെൽഫ് റിഫ്ലക്റ്റീവ് വേ, ഇറ്റ് ഫോക്കസസ് ഓൺ ഇറ്റ് സെൽഫ്. ഇനി അവര് ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാല്, പിന്നെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ യുണീക്ക് ആണ്, അത് സെൽഫ് റിഫ്ലക്റ്റീവ് ആണ്. അതായത് ഇറ്റ് ഫോക്കസസ് ഓൺ ഇറ്റ് സെൽഫ്, അത് അതിലെ തന്നെ ഫോക്കസ് ചെയ്യുന്നു. ഒരു ലാംഗ്വേജ് അത് അതിനെ തന്നെ ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെ
ഇപ്പം മനസ്സിലാവും. എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് റഷ്യൻ ഫോർമലിസം എന്താണ് അങ്ങ് പിടികിട്ടും. പെട്ടെന്ന് ഇത് കേൾക്കുന്ന നേരം ഒന്നും പേടിക്കണ്ട. ഓക്കെ, ഹൗ ദേ ഡിഫൈൻഡ് ലിറ്ററേച്ചർ. അവരെങ്ങനെയാണ് ഒരു ലിറ്ററേച്ചറിനെ ഡിഫൈൻ ചെയ്തത്? എങ്ങനെയാണ്? ലിറ്ററേച്ചർ യൂസസ് ഫോം. ലിറ്ററേച്ചർ എന്താണ് യൂസ് ചെയ്തത്? ഫോം. ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ട്രക്ചറും സ്റ്റൈലും ടെക്നിക്സും ഇതൊക്കെ കൂടാണ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റഷ്യൻ ഫോർമലിസം മെയിൻ ആയിട്ട് ഫോമിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? ഫോമിനെ കുറിച്ച്. ഫോർമലിസം, ഫോം, അങ്ങനെ ആലോചിച്ചേ. ഓക്കെ, അടുത്ത ഫോം ഇസ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഈവൻ മോർ ഇമ്പോർട്ടന്റ് ദാൻ ദ കോണ്ടന്റ്. അപ്പൊ ഒരു ടെക്സ്റ്റിന്റെ കോണ്ടന്റ്, ഒരു ടെക്സ്റ്റിന്റെ ഉള്ളിലുള്ള ഒരു കോണ്ടന്റ് ഉണ്ടാവൂലേ, അല്ലെ? ആ കോണ്ടന്റിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് ഫോം, സ്ട്രക്ചർ എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞുതരാ, ഒരു ഫോം, അപ്പൊ ഒരു ടെക്സ്റ്റ് എടുക്കാം നമ്മള്. അപ്പൊ അതിന്റെ കഥയും അതിന്റെ ഉള്ളിലുള്ള കോണ്ടന്റ് ഒന്നുമല്ല ഇമ്പോർട്ടന്റ്, പക്ഷെ അതിന്റെ ഒരു സ്ട്രക്ചർ, അതിന്റെ ഒരു ഫോം, അതെങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, മനസ്സിലായോ? അപ്പൊ അതിന്റെ ഒരു ടെക്നിക്കാ. ഇപ്പൊ പാരഗ്രാഫ് ആയിട്ടാണോ എഴുതിയത്, അല്ലെങ്കിൽ അതിൽ എന്ത് ലാംഗ്വേജ്, എന്താണ്, എങ്ങനെയാണ് അത് ലാംഗ്വേജ് യൂസ് ചെയ്തതെന്നൊക്കെ, അങ്ങനത്തെ സാധനങ്ങളാണ് ഇവര് ഫോക്കസ് ചെയ്യുന്നത്. എന്താണ്? സ്ട്രക്ചറും സ്റ്റൈലും ടെക്നിക്കും ഒക്കെ, അല്ലാണ്ട് കോണ്ടന്റിലല്ല. ഓക്കെ, കോണ്ടന്റിലല്ല ഇവര് ഫോക്കസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ. Literary language works by making things strange, a concept called defamiliarization, to make readers notice the world differently. അപ്പൊ ഇവര് പറയുന്നത് എന്താണെന്നറിയോ? ലിറ്റററി ലാംഗ്വേജ് എന്ന് പറഞ്ഞാല് വർക്ക്സ് ബൈ മേക്കിംഗ് തിങ്സ് സ്ട്രേഞ്ച്. ഒരു ലിറ്റററി വർക്ക് എടുത്താല്, ഓക്കെ, അതിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു സ്ട്രേഞ്ച് ലാംഗ്വേജ് ആയിരിക്കും. ഒരു പോം നമ്മൾ വായിക്കുക, അപ്പോൾ ഒറ്റ റീഡിന് നമുക്ക് ഒരു പോം വായിച്ചു തീർക്കാൻ പറ്റുമോ? വായിച്ചിട്ട് അതിന്റെ മീനിങ് എടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം അതൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് പോയത്തിന് വരിക, അല്ലെ? പോയറ്റിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രേഞ്ച് ആണ്, അല്ലെ? അതെന്നാണ് ഇവർ പറയുന്നത്. ഇവർ പറയാണ് ലിറ്റററി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു വർക്കിനെ സ്ട്രേഞ്ച് ആക്കി മാറ്റും. അതിന് അവർ ഒരു ടെക്നീക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ഡീഫെമിലിയറൈസേഷൻ. അതൊക്കെ നമ്മൾ പിന്നീട് ഇപ്പൊ പഠിക്കും കേട്ടോ. ഡീഫെമിലിയറൈസേഷൻ എന്താന്നൊക്കെ. ഡീഫെമിലിയറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ അൺഫെമിലിയർ വേയിൽ കൂടെ പറയാണ്. ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ എന്താണ് കുറച്ചുകൂടെ സ്ട്രേഞ്ച് ആക്കി പറയുന്നതിനാണ് ഡീഫെമിലിയറൈസേഷൻ. അപ്പൊ അവര് പറയാണ് ലിറ്റററി ലാംഗ്വേജ് ഇതെന്നാണ് ചെയ്യുന്നത്. സാഹിത്യ ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? ഒരു വർക്കിനെ സ്ട്രേഞ്ച് ആക്കാ ചെയ്യുന്നത്, അല്ലേ? ശരിക്കും അങ്ങനെയല്ലേ? യെസ്. ഓക്കെ, ഇതിന് എക്സാമ്പിൾ പറയുകയാണെ. എ റെഗുലർ സെന്റൻസ് ലൈക്ക് ദ സൺ ഈസ് ഷൈനിങ് ജസ്റ്റ് ഗിവ്സ് ഇൻഫർമേഷൻ. അപ്പം ദ സൺ ഈസ് ഷൈനിങ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് സൺ ഈസ് ഷൈനിങ്, സൺ ഇങ്ങനെ തിളങ്ങുന്നുണ്ട് എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരുവാണ്. റെഗുലർ സെന്റൻസ് ആണ്. ഇനി ലിറ്ററേച്ചർ, അത് സാഹിത്യത്തിലേക്ക് മാറ്റുമ്പം ദ സെയിം ഐഡിയ കുഡ് ബി റിട്ടൺ ഇൻ എ പോയറ്റിക് വേ. ഒരു പോയറ്റിക് വേയിലേക്ക് മാറ്റി എഴുതാണ്. ദ സൺ ഇസ് ഷൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെന്റൻസ് ലിറ്ററേച്ചറിലേക്ക് മാറ്റി എഴുതുമ്പോൾ നോക്കിക്കേ, ഗോൾഡൻ റേസ് ഡാൻസ് അക്രോസ് ദ എർത്ത്. ഗോൾഡൻ റേസ്, ഇതിപ്പോ ഈ സൺ ഷൈനിങ്ങിന് പറയാണ് ഗോൾഡൻ റേസ് ഡാൻസ് അക്രോസ് ദ എർത്ത്. അപ്പൊ മാറിയ കണ്ടില്ലേ? അപ്പൊ ഇത്രേ പറയുന്നുള്ളൂ. ഇവര് പറയാണ് പോയറ്റിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അത് ഡെയിലി ലാംഗ്വേജിനെക്കാളും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനമാണെന്നാണ് ഇവർ വാദിക്കുന്നത്, അല്ലേ? അത് കറക്റ്റ് അല്ലേ ശരിക്കും? വിച്ച് ഡ്രോസ് അറ്റൻഷൻ ടു ഹൗ ഇറ്റ് സെഡ്, നോട്ട് ജസ്റ്റ് വാട്ട് ഇസ് സെഡ്. ഒന്നുമില്ല, ഇവർ പറയുന്നത് എന്താണ്? റെഗുലർ സെന്റൻസിനെ പോയറ്റിക് രീതിയിലേക്ക് മാറ്റുമ്പം അവിടെ ഒരു ചേഞ്ച് വരുന്നുണ്ട്, അവിടെ ഒരു ഡീഫെമിലിയറൈസേഷൻ നടക്കുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ. ഇനി റഷ്യൻ ഫോർമലിസത്തിൽ ഒരു 3 ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. ഏതൊക്കെയാണ് ഗ്രൂപ്പ്സ്? ഫസ്റ്റ് ഒപ്പോയാസ്, പിന്നെ മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ ആൻഡ് പ്രാഗ് ലിംഗ്വിസ്റ്റിക് സർക്കിൾ. ഇങ്ങനെ 3 ഗ്രൂപ്പ്സ് ഉണ്ട് റഷ്യൻ ഫോർമലിസത്തിൽ. ഒപ്പോയാസും, ശരിക്കും ഒപ്പോജാസ് എന്നാണ്, പക്ഷേ വായിക്കുമ്പോൾ ഒപ്പോയാസ് എന്നാണ് പറയാ. ഒപ്പോയാസ്, മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ ആൻഡ് പ്രാഗ് ലിംഗ്വിസ്റ്റിക് സർക്കിൾ. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം. മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ ആണ് ഫസ്റ്റ് എമർജ് ചെയ്തത് 1915. ഫൗണ്ടർ ആരാണ്? ഇതിന്റെ ഫൗണ്ടർ ഫിലിപ്പ് ഫെഡറോവിച്ച് പോർച്ചുനേറ്റോവ്. ഫിലിപ്പ് ഫെഡറോവിച്ച് പോർച്ചുനേറ്റോവ്. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞു മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിളിലെ ഫൗണ്ടറിന്റെ നെയിം ആലോചിച്ച് വെക്കുക. ആൻഡ് മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ വന്ന ഇയറും ആലോചിച്ച് വെക്കുക. ദെൻ അതർ മെമ്പേഴ്സ് ആരൊക്കെയാണ്? മോസ്റ്റ്ലി ലിംഗ്വിസ്റ്റ് ആണ്.
അധികം. ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ ലിംഗ്വിസ്റ്റ് എന്ന് പറയും. അപ്പോൾ വേറെ ലിംഗ്വിസ്റ്റ് ആരൊക്കെയാണ്? റോമൻ യാക്കബ്സണും ഗ്രിഗറി വിനോക്കോർ, ബോറിസ് തോമാഷെവ്സ്കി, പീറ്റർ ബൊർഗാറ്റിയറോവ്. അപ്പൊ ഇത്രയും ആൾക്കാരാണ് ഈ ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ്, ഈ ഗ്രൂപ്പ്സ് ഇമ്പോർട്ടന്റ് എന്നാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ ഏത് ഇയറിലാണ് എമർജ് ചെയ്തത്, ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഇനി അതിന്റെ ഫൗണ്ടർ ആരാണെന്ന് വരാൻ ചാൻസ് ഉണ്ട്. ഇനി അതിൽ കുറിച്ച് ഒരു 3 മെമ്പേഴ്സിനെ തരും, പിന്നെ വേറെ പുറത്തുനിന്ന് ഒരാളെയും കൂടെ തരും. അപ്പൊ ഇതിലില്ലാത്ത ആൾക്കാരെ എടുക്കാൻ പറയും ഓപ്ഷൻ. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക്, ഒരു 3 ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം. സിമ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോഡ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ് നോക്കണ്ടതെന്ന്. അപ്പൊ കോഡ് എങ്ങനെയാണെന്ന് നോക്കാന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം മോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് റോക്ബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവാ. അപ്പൊ ആൾക്ക് പി ചെയ്യാൻ വന്നു. പി ചെയ്യാന്ന് പറഞ്ഞാല് മൂത്രയിക്കാൻ വന്നു. ഓക്കെ, വിയേർഡ് ആയിട്ടുള്ള വേല് പഠിച്ചാലാണ് നമുക്ക് എന്തായാലും കോഡ് നമ്മളെ മെമ്മറിയിൽ നിൽക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ മോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് റോക്ബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ ഉണ്ടാക്കിയ ഒരു ഫിക്ഷണൽ സ്ഥലം. ഓക്കെ, റോക്ബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോയി അവിടുന്ന് അയാൾക്ക് പി ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഈ മോ ആരാണ്? മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ. ഫി ആരാണ്? ഫിലിപ്പ് ഫെഡറോവിക് ഫോർച്യുനേറ്റോ. അതെന്താണ് ഞാൻ ഒരുമിച്ച് കൊടുത്തെന്ന് പറഞ്ഞാല്, ഇപ്പൊ മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ ഫൗണ്ടർ ആരാണ്? ഫിലിപ്പ് ഫെഡറോവിക് ഫോർച്യുനേറ്റോ. ഇനി ബാക്കി വരുന്നത് റോക്ബോ. നോക്കിയേ RO എന്ന് പറഞ്ഞാൽ ഇവിടെ റോമൻ യാക്കബ്സൺ ആണ്. പിന്നെ G ഫോർ ഗ്രിഗറി വിനോക്കോർ, പിന്നെ BO ബോറിസ് തോമാഷെവ്സ്കി, ദെൻ പീറ്റർ ബൊർഗാറ്റിയറോവിനാണ് ഞാൻ പീന്ന് ഒരു ഈ കൂട്ടിയിട്ടെടുത്തതാണ്. ആ പി മൂത്രയിക്കാൻ വന്നു എന്നുള്ള കാര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ചിലർക്ക് ഇത് ക്രിഞ്ചായിട്ട് തോന്നാം, പക്ഷേ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പഠിക്കാൻ നമ്മൾ എന്ത് മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്തോളൂ മക്കളെ, എങ്ങനെ വേണമെങ്കിലും പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയേ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഗ്രൂപ്പാണ് 1916 എമർജ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് 1915 പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് തന്നെ അടുത്ത ഗ്രൂപ്പ് വന്നു. ഏതാണ്? ഒപ്പോയാസിന്റെ ഫുൾ നെയിം എന്താണ്? ഇവിടെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഒപ്പോയാസിന്റെ ഫുൾ നെയിം വരാൻ ചാൻസ് ഉണ്ട്. ദ പെട്രോഗാർഡ് സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് പോയറ്റിക് ലാംഗ്വേജ്. മനസ്സിലായോ? ഒപ്പോയാസിന്റെ ഒരു ഫുൾ ഫോം ആണത്. ദെൻ വന്ന ഇയർ എന്ന് പറഞ്ഞാല് 1916. ഇനി ആരാണ്? ഹെഡഡ് ബൈ വിക്ടർ സ്ലോവ്സ്കി. ആരായിരുന്നു? വിക്ടർ സ്ലോവ്സ്കി അലോങ് വിത്ത് ലിറ്റററി ഹിസ്റ്റോറിയൻസ്. മറ്റേത് ലിംഗ്വിസ്റ്റ് ആയിരുന്നു, ഇവരുടെ കൂടെ ഹിസ്റ്റോറിയൻസ് ആണുള്ളത്. ആരൊക്കെയാണ്? ബോറിസ് ഈക്കൻബം, ഓസിപ് ബ്രിക്, യൂരി ടിനിയാനോവ്. മനസ്സിലായോ? ഇനി ഇവർ മെയിനായിട്ട് ചെയ്തത് ഡിസ്റ്റിങ്ക്വിഷ്ഡ് ബിറ്റ്വീൻ പ്രാക്ടിക്കൽ ആൻഡ് പോയറ്റിക് ലാംഗ്വേജ്. ഇത് പോയറ്റിക് ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടായ ഗ്രൂപ്പാണ്. അപ്പൊ അവർ മെയിനായിട്ട് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തത് എന്താണ്? പ്രാക്ടിക്കൽ ലാംഗ്വേജിന്റെ പോയറ്റിക് ലാംഗ്വേജിനെ കുറിച്ചുള്ള ഒരു ഡിഫറൻസ് ഒക്കെ ഒന്ന് പഠിച്ച ടീമാണിത്. അവര് ഡിസോൾവ് ആയി പോയത് എപ്പാണ്? 1930s അത് പോയത്. ഇനി കോഡ് നോക്കിയേ, കോഡ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ കോഡ് ഓപ്പോ VI എന്നുണ്ട്, പിന്നെ BO, പിന്നെ ഒരു അപ്പോസ്ട്രഫ് OS ഇട്ടിട്ടുണ്ട്, പിന്നെ യൂരി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ കോഡ് നോക്കാം, നമുക്ക് ഡീകോഡ് ചെയ്യാം. ഇനി ഈ ഓപ്പോ ഫോർ ഒപ്പോയാസ്. ഓക്കെ, ഓപ്പോ ഫോണില്ലേ, ഓപ്പോ ഫോണില് VIന്റെ സിം ഉണ്ട്. ഓപ്പോ ഫോണിൽ ഏത് സിം ആണുള്ളത്? VIന്റെ. ഈ ഒപ്പോയാസ് ഹെഡഡ് ബൈ VI എന്ന് പറഞ്ഞാൽ വിക്ടർ സ്ലോവ്സ്കി. ഇനി ഈ ഓപ്പോ ഫോണില് VIന്റെ സിം ഉണ്ട്. ഇനി ആരുടെ ഓപ്പോ ഫോണാണിത്? ബോസിൻ്റെത്. ഓക്കെ, ബോസിന്റെ പേരാണ് എന്ത്? യൂരി. മനസ്സിലായോ? അപ്പൊ ഈ ബോസ് ഇവിടെ BO ഫോർ എന്താണ്? ബോറിസ് ഈക്കൻബം. ഇനി OS എന്നുള്ളത് ഓസിബ്രിക് ആണ്. യൂരി ടിനിയാനോവ്. പഠിച്ചല്ലോ? ഓക്കെ,
ഇത്ര ആളും സിമ്പിളാണ്. ഇതിൽ നിന്നൊരു 3 ക്വസ്റ്റ്യൻ പഠിച്ച്, നേരത്തെ 3 ക്വസ്റ്റ്യൻ പഠിച്ച് ഇപ്പം നമ്മൾ 6 ക്വസ്റ്റ്യൻ ഉള്ള ഒരു ചാൻസ് നമ്മളിവിടെ കണ്ട്. അങ്ങനെയാണ് നമ്മൾ ഓരോ ടോപ്പിക് പഠിക്കുമ്പോൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ടല്ലോ, അവിടെ വരുമല്ലോ, ഇവിടെ വരുമല്ലോ. അപ്പം നമ്മൾ ഫുള്ള് നമ്മളെ മൈൻഡിൽ ക്വസ്റ്റ്യൻസ് ആണ് വരേണ്ടത്. ഒരു കാര്യം പഠിക്കുന്നേരം ഒരു 100 ക്വസ്റ്റ്യൻസ് വരണം. അങ്ങനത്തെ ഒരു രക്ഷപ്പെടും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പ്രാഗ് ലിംഗ്വിസ്റ്റിക് സർക്കിൾ. പ്രാഗ് ലിംഗ്വിസ്റ്റിക് സർക്കിൾ 1926 വന്നിട്ടുള്ളത്. ഇനി ഇൻസ്റ്റിഗേറ്റർ ആൻഡ് ഫസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു ഇതിന്റെ? വൈലം മാത്യൂസ്യൂസ് ആയിരുന്നു. ചെക്ക് ലിംഗ്വിസ്റ്റ് ആണ് ആള്. സെർവ്ഡ് ആസ് പ്രസിഡന്റ് അണ്ടിൽ ഹിസ് ഡെത്ത് ഇൻ 1945. ആളുടെ ഡെത്ത് വരെ 1945 വരെ ആള് ഇതിന്റെ പ്രസിഡന്റ് ആയിട്ട് നിന്നു. ഇനി പ്രോമിനന്റ് മെമ്പേഴ്സ് റഷ്യൻ എമിഗ്രേറ്റ്സ് ഉണ്ടായിരുന്നു. ആരൊക്കെയാണ് റഷ്യ എന്നുള്ളത്? റോമൻ യേക്കബ്സൺ, നിക്കോളായ് ട്രുബറ്റോസ്കി, സെർജെ കാർക്കിവ്സ്കി. ഓക്കെ, ദെൻ ചെക്ക് ലിറ്റററി സ്കോളേഴ്സ് ആരൊക്കെയായിരുന്നു? റെനി വെല്ലക്കും യാൻ മുക്രോവ്സ്കിയും. ഇവർ രണ്ടാളും കൂടെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത കോഡ് നോക്കാം. അപ്പൊ കോഡ് നോക്കിക്കോ. പ്രാ എന്നുണ്ട്, പ്രാക്ക് കിട്ടി, ആരതോ പ്രാക്ക് കിട്ടി, വൈറസ് വന്നു. ഓക്കെ, വിറോ വൈറസ് അങ്ങനെ ആക്കിയെടുക്കാം. പ്രാക്ക് കിട്ടി, വൈറസ് വന്ന്. ആർക്കൊക്കെ വൈറസ് വന്നേ? നിക്കിനും റജക്കും. ഓക്കെ, നിക്കിനും റജക്കും എന്ത് വന്ന്? ആരതോ പ്രാക്ക് കിട്ടി, വൈറസ് വന്ന്. അങ്ങനെ പഠിച്ചു വെക്കാം. പ്രാക്ക് കിട്ടിയിട്ട് വൈറസ് വന്ന് ആർക്കൊക്കെ? നിക്കിനും റജക്കും. ഇനി നമുക്കിത് ഡീകോഡ് ചെയ്യാം. ഈ പ്രാ എന്നുള്ളത് പ്രാഗ് ലിംഗ്വിസ്റ്റിക് സർക്കിൾ. ഇനി വൈറസിന്റെ വി റോ എടുക്കാം. വി ഐ എന്ന് പറഞ്ഞ ആരാണ്? ഇതിന്റെ പ്രസിഡന്റ് വൈലം മാത്യൂസ്യൂസ്. ഇനി ഈ ആർ ഒ എന്ന് പറഞ്ഞത് റോമൻ യേക്കബ്സൺ ആണ്. ഇനി NI നിക്കോളായ് ട്രുബറ്റോസ്കി. ഓക്കെ, നിക്സ് എന്നുണ്ട്, എസ് ഉണ്ട് അവിടെ, സെർജി കാർക്കവിസ്കി ഉണ്ട്. സോറി, എന്നോട് എഴുതാൻ വിട്ടോയതാണ്. ഓക്കെ, ദെൻ ചെക്ക് ലിറ്റററി സ്കോളേഴ്സ് ആയിട്ടുള്ള റെജ നോക്കിയോ, റെനെ വെല്ലക്കും യാൻ മുക്രോവിസ്കിയും കൂടെയാണ് അത് വന്നിട്ടുള്ളത്. അപ്പൊ കോഡ് കിട്ടിയില്ലേ? ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇനി അടുത്ത് റഷ്യൻ ഫോർമലിസം കീ കോൺട്രിബ്യൂഷൻസ് നോക്കിയോ. അഡ്വക്കേറ്റഡ് ദ ഫണ്ടമെന്റൽ ഓപ്പോസിഷൻ ബിറ്റ്വീൻ ലിറ്റററി ആൻഡ് ഓർഡിനറി ലാംഗ്വേജ്. നമ്മൾ പറഞ്ഞ ലിറ്റററി ലാംഗ്വേജിൻ്റെതും ഓർഡിനറി ലാംഗ്വേജിനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒക്കെ അവർ പഠിച്ചു. ഓക്കെ, ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് സ്ട്രക്ചർ ഇൻ ലാംഗ്വേജ്. ലാംഗ്വേജിന് ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. അത് അവരാണ് ഫസ്റ്റ് എന്താ പറയാ പറയുന്നത്. ആ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? റഷ്യൻ ഫോർമലിസ്റ്റ് ആണ്. സ്ട്രക്ചർ, ഒരു ലാംഗ്വേജിന് ഒരു സ്ട്രക്ചർ ഉണ്ട് എന്നൊക്കെ, ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡ് ഇവരാണ് കൊണ്ടുവരുന്നത്. ലേയിങ് ദ ഫൗണ്ടേഷൻ ഫോർ സ്ട്രക്ചറലിസം. അങ്ങനെ പിന്നീടാണ് ഇതിൽ നിന്നൊക്കെയാണ് സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറി ഫോം ചെയ്തത്. അതൊക്കെ നമുക്ക് പഠിക്കാം. ഇനി എസ്റ്റാബ്ലിഷ്ഡ് ദ പ്രാഗ് തിസിസ് ഓൺ ലാംഗ്വേജ് എംഫസൈസിങ് ലിംഗ്വിസ്റ്റിക് ആൻഡ് ലിറ്റററി അനാലിസിസ് ത്രൂ സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവ്. ഇതൊന്നുമില്ല, പ്രാഗ് തിസിസ് ഓൺ ലാംഗ്വേജ് ഒരു തിസിസ് ഉണ്ടാക്കി അവർ ലാംഗ്വേജിനെ കുറിച്ചിട്ട്. ജസ്റ്റ് ഒരു ഓവർ ഇൻഫോർമേഷൻ ആണ് ഇത് പഠിക്കണം എന്നില്ല, ഞാൻ ജസ്റ്റ് കൊടുത്തതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മാത്രം മതി അത്. ഇനി ഇമ്പോർട്ടൻറ്റ് ടേംസ് നോക്കിക്കേ. ഓക്കെ, അതിന്റെ മുന്നേ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. വൺ ഓഫ് ദ ഷാർപ്പസ്റ്റ് ക്രിറ്റിസിസം ഓഫ് ഫോർമലിസം വാസ് ലിയോൺ ട്രോട്സ്കീസ് ലിറ്ററേച്ചർ ആൻഡ് റെവല്യൂഷൻ 1924. ഇനി ഫോർമലിസത്തിന് എതിരായിട്ട് ഒരു എഗെയിൻസ്റ്റ് ആയിട്ട് ഒരാള് ക്രിറ്റിസിസം, അതിന്റെ ഫോർമലിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന ഒരു എന്താണ് വർക്കാണ് ഏത്? ലിറ്ററേച്ചർ ആൻഡ് റെവല്യൂഷൻ 1924 എഴുതിയിട്ടുള്ളത്. ഫോർമലിസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട്. ഓക്കെ, ഫോർമലിസത്തിന്റെ ഒരു ക്രിറ്റിസിസം ആണ് എന്ത്? ലിറ്ററേച്ചർ ആൻഡ് റെവല്യൂഷൻ. ഇതാരാണ് എഴുതിയിട്ടുള്ളത്? ലിയോൺ ട്രോട്സ്കി. ഇത് ഒരിക്കൽ ക്വസ്റ്റ്യൻ വന്നതാണ്, എന്തായാലും അതൊന്ന് നോക്കി വെക്കണേ. ഓക്കെ, ആള് പറഞ്ഞൊരു കോട്ടാണിത്. ദ മെത്തേഡ്സ് ഓഫ് ഫോർമൽ അനാലിസിസ് ആർ നെസസറി ബട്ട് ഇൻസഫിഷ്യന്റ്. ഇയാൾ പറയണേ ഫോർമൽ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല, ബട്ട് ഇൻസഫിഷ്യന്റ്, സഫിഷ്യന്റ് അല്ല. ഇവര് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഇതൊന്ന് തികച്ച് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻറ്റ് ടേംസിലോട്ട് വരികയാണ്. ഫസ്റ്റത്തെ ടേം ആണ് എന്ത്? ലിറ്റററിനെസ്. ലിറ്റററിനെസ് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? റോമൻ യേക്കബ്സൺ. ആറ് ടേം ആണ് ലിറ്റററിനെസ്, റോമൻ യേക്കബ്സൺ. ഒരു 100 പ്രാവശ്യം
മാച്ച് ദ ഫോളോയിങ് ചോദിച്ച ഒരു ടേം ആണിത്. ഓക്കെ, അപ്പൊ അത് ആലോചിച്ച് വെച്ചോ. വാട്ട് ഇറ്റ് മീൻസ്, എന്താണ് ലിറ്ററേറിനെസ് എന്ന് പറഞ്ഞാൽ? ദ ക്വാളിറ്റി ദാറ്റ് മേക്സ് സംതിങ് ഫീൽ ലൈക്ക് ലിറ്ററേച്ചർ. ഒരു എന്താണ്, ഒരു സെന്റൻസ് എടുക്കാണ്, സാധാ ഒരു സെന്റൻസ്, അതിനെ സാഹിത്യത്തിലോട്ട് മാറ്റാണ്, ലിറ്ററേച്ചറിലോട്ട് മാറ്റാണ്. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ മാറ്റി, അതിനാണ് ലിറ്ററേറിനെസ് എന്ന് പറയുന്നത്. ഫോക്കസസ് ഓൺ ഹൗ ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ക്രിയേറ്റീവ്ലി. എങ്ങനെയാണ് ഒരു ലാംഗ്വേജ് ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ലൈക്ക് മെറ്റഫേഴ്സും റിതമും വേർഡ് പ്ലേ ഒക്കെ വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നതിനാണ് എന്ത് പറയാ, ലിറ്റററിനെസ്. ഓക്കെ, ഒന്നുമില്ല, ഒരു സാധാ ഒരു സെന്റൻസ് എടുത്ത് നമ്മളൊരു ലിറ്ററേച്ചറിലോട്ട് മാറ്റുമ്പോൾ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യും, മെറ്റഫറും അതിനൊരു റിതം കൊടുക്കും, പിന്നെ ഒരു വേർഡ് പ്ലേ സെയിം വേർഡ്സ് ഒക്കെ കൊടുത്തിട്ട് ഒരു അടിപൊളി മോഞ്ചാക്കും. അതിനാണ് എന്ത് പറയുന്നത്, ലിറ്റററിനെസ് എന്ന് പറയുന്നത്. ആരാണ് കൊണ്ടുവന്നത്? റോമൻ യേക്കബ്സൺ. അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കോ. എ പോം uses imagery and rhyme to describe a tree, making it feel more vivid than just saying there is a tree outside. അപ്പൊ there is a tree outside എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു ഫീല് വരുത്താൻ അവർ കുറെ സെന്റൻസ് കൂടെ യൂസ് ചെയ്ത് പറയും. അതൊന്ന് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതിനാണ് ലിറ്റററിനെസ് എന്ന് പറയുന്നത്. ഇത്ര ഉള്ളൂ. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി നെക്സ്റ്റ് ടേം ആണ് ഫെബുല ആൻഡ് സ്യൂസെറ്റ്. ഫെബുലയും സ്യൂസെറ്റും ഇതാരാണ് കോയിൻ ചെയ്തത്? വ്ളാഡിമിർ പ്രോപ്പും വിക്ടർ സ്ലോവസ്കിയും കൂടെ രണ്ടാളും കൂടെ കൊണ്ടുവന്ന ടേമാണ് എന്ത്, ഫെബുല ആൻഡ് സ്യൂസെറ്റ്. ഫെബുല എന്ന് പറയുന്നത് എന്താണ്? ദ സ്റ്റോറി ഇൻ ഇറ്റ്സ് ആക്ച്വൽ സീക്വൻസ് ഓഫ് ഇവന്റ്സ്. സ്റ്റോറി, ഒരു സ്റ്റോറിക്കാണ് ഫെബുല എന്ന് പറയുന്നത്. സ്റ്റോറി എങ്ങനത്തെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ക്രൊണോളജിക്കലായിട്ട് ഇങ്ങനെ പോവുക. ഒരു ഇൻസിഡന്റ്, ഇപ്പം ഒരു സ്റ്റോറി പറയുകയാണേ. ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് ഞാൻ പല്ലേച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിച്ചു, പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ എവിടെ പോയി, കോളേജിലോട്ട് പോയി, കോളേജിലോട്ട് അത് നടന്നു അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ക്രൊണോളജിക്കൽ ഓർഡറിലായിട്ട് പറയുന്നതിനാണ് എന്ത് പറയാ, ഫെബുല എന്ന് പറയാ, സ്റ്റോറി. ഓക്കെ, ഇനി സ്യൂസെ എന്ന് പറയുന്നേരം പ്ലോട്ടിനെയാണ് സ്യൂസെറ്റ് എന്ന് പറയാ. അത് നോൺ ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും പോകുന്നത്. ഇപ്പോൾ നമ്മൾ എങ്ങനെ ഫസ്റ്റ് ഫ്ലാഷ് ബാക്ക് പറയുന്നു, എന്നിട്ട് പ്രസന്റിലോട്ട് വരുന്നു, നോൺ ക്രോണോളജിക്കൽ ആയിട്ട്. അതായത് അങ്ങനെ ഓർഡറിൽ പോവാതെ ഡിസോർഡറിൽ ഇങ്ങനെ പോവാ, കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പ്ലോട്ടിൽ. മനസ്സിലായോ? സ്റ്റോറി എന്ന് പറയുമ്പോൾ ക്രോണോളജിക്കൽ ഓർഡറിൽ ഇങ്ങനെ പോകുന്നു, പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നോൺ ക്രോണോളജിക്കൽ ഓർഡറിൽ ഇങ്ങനെ പോകുന്നു. നോക്കിയോ, എക്സാമ്പിൾ നോക്കിക്കേ. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് എ പേഴ്സൺ അറ്റ് വർക്ക്, ഫ്ലാഷ് ബാക്സ് ടു വേക്കിംഗ് അപ്പ് ആൻഡ് എൻഡ്സ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്, ഇതിന്റെ സ്യൂസന്റെ എക്സാമ്പിൾ ആണിത്. ഒരു പേഴ്സണിനെ കുറിച്ച് സ്റ്റോറി തുടങ്ങുക, വർക്ക് ചെയ്യുന്നതിനെ പറ്റി, ഫ്ലാഷ് ബാക്ക്, പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് പോവാണ്, അവൻ എണീറ്റതിനെ പറ്റിയും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ എൻഡ് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റിലാണ്. അങ്ങനെ നോൺ ക്രോണോളജിക്കൽ ആയിട്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇങ്ങനെ പറയുന്നതിനാണ് എന്ത് പറയാ, പ്ലോട്ട്, സ്യൂസെ എന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ, ദെൻ അടുത്ത ടേം ആണ് ഫോർഗ്രൗണ്ടിങ്. ഓക്കെ, ഫോർഗ്രൗണ്ടിങ് ആരാണ് കോയിൻ ചെയ്തത്? യാൻ മുക്രോവ്സ്കി ആണ്. യാൻ മുക്രോവ്സ്കി. What it means, drawing attention to specific parts of language by making them stand out. അപ്പോൾ സാധാരണ ഒരു ലാംഗ്വേജിൽ കുറച്ച് സ്റ്റൈലിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് അതിനെ സ്റ്റാൻഡ് ഔട്ട്, റീഡേഴ്സിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പല സാധനങ്ങളും ആഡ് ചെയ്തിട്ട് അതിനൊരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഫോർഗ്രൗണ്ടിങ്. അതിൽ 2 ടൈപ്സ് വരുന്നുണ്ട്. പാരലിസം എന്ന് പറഞ്ഞാൽ റിപ്പിറ്റേഷൻ ഓഫ് വേർഡ്സ്, സൗണ്ട്സ് ഓഫ് ഐഡിയാസ്. അതായത് വേർഡ്സിന്റെ അല്ലെങ്കിൽ സൗണ്ട്സിന്റെ ഐഡിയാസിന്റെ ഒക്കെ റിപ്പിറ്റേഷൻ ആണ് പാരലിസം എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു മെത്തേഡ് യൂസ് ചെയ്യും റീഡേഴ്സിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഫോർഗ്രൗണ്ടിങ്ങിൽ വരുന്നതാണ്. മനസ്സിലായോ? എന്താണ് അതിന്റെ എക്സാമ്പിൾ നോക്ക്. ഐ കെയിം, ഐ സോ, ഐ കോൺകേർഡ്. ശരിക്കും ഐ കെയിം, ഐ സോ, ഐ കോൺകേർഡ് ഇതൊക്കെ സെയിം ഐഡിയ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഐ എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെയാണ് പാരലിസം എന്ന് പറയുന്നത്. ദെൻ അടുത്ത പോയിന്റ് നോക്കൂ. വർക്ക് ഹാർഡ്, ഡ്രീം ബിഗ്, അച്ചീവ് സക്സസ്. ശരിക്കും വർക്ക് ഹാർഡ്, നമ്മൾ ഹാർഡായിട്ട് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ വലിയ ഡ്രീംസ് ഒക്കെ കാണാം, സക്സസ് ഒക്കെ അച്ചീവ് ചെയ്യുക. ഇതിലൊക്കെ മെയിൻ ആയിട്ട് എല്ലാത്തിലും എന്താ വരുന്നത്? സെയിം സാധനമാണ് വരുന്നത്, സെയിം ഐഡിയാസ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരലലിസം. നെക്സ്റ്റ്, ഇനി അതിന്റെ വേറൊരു ടൈപ്പ് സാധനം
ഫോർഗ്രൗണ്ടിങ്ങിൽ അടുത്ത വരുന്നതാണ് ഡീവിയേഷൻ. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് യൂഷ്വൽ ലാംഗ്വേജ് റൂൾസ് ടു ക്രിയേറ്റ് ആൻ എഫക്റ്റ്. അപ്പം യൂഷ്വൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജിന് ഒരു റൂൾ ഉണ്ട്, അപ്പോൾ അത് ബ്രേക്ക് ചെയ്തിട്ട് ഇയാൾ പുതിയൊരു സംഭവം കൊണ്ടുവരാണ്. എന്താണ്? എക്സാമ്പിൾ നോക്കിയേ, ബ്രൈറ്റ് ദ സൺ ഷൈൻസ് ഇൻസ്റ്റെഡ് ഓഫ് ദ സൺ ഷൈൻസ് ബ്രൈറ്റ്. ദ സൺ ഷൈൻസ് ബ്രൈറ്റ് എന്ന് പറയുന്നതിന് പകരം ഇയാൾ എന്ത് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് കൊണ്ടുവന്നു. അതിൽ ശരിക്കും ആളെങ്ങനെ അറിയോ പറയാ? ബ്രൈറ്റ് ദ സൺ ഷൈൻസ്. റീഡേഴ്സിന്റെ അറ്റൻഷൻ കിട്ടാൻ ശരിക്കും പ്രാന്തല്ലേ. അടുത്തത് നോക്കിയേ, അപ്പ് ഗോസ് ദ ബലൂൺ ഇൻസ്റ്റെഡ് ഓഫ് ദ ബലൂൺ ഗോസ് അപ്പ്. അപ്പൊ ഇതിന്റെ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ SVO പാറ്റേൺ ഉണ്ടല്ലോ, സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ്, അത് തിരിച്ചിടാ. ഒബ്ജക്റ്റ് ഫസ്റ്റ് പറയാ, വേർബ് പിന്നെ പറയാ, പിന്നെ ഒബ്ജക്റ്റ് പറയാ. ശരിക്കും പ്രാന്ത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയോ. ഓക്കെ, ഡീഫെമിലിയറൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഡീഫെമിലിയറൈസേഷൻ എന്താന്ന് അത് കൊണ്ടുവന്നത് ആരാണ്? വിക്ടർ ഷ്ലോവ്സ്കി ആണ്. ഓക്കെ, ഇനി ഈ ഡീഫെമിലിയറൈസേഷന് നമുക്ക് എന്തും പറയാം. എൻസ്ട്രേഞ്ചിങ് ഓർ ഒസ്ട്രാനിനി, ഇത് രണ്ടും ഇതിന് പറയുന്ന ടേംസ് ആണ്. ചിലപ്പം വരിക ഈ ഒസ്ട്രാനിനി എന്ന് പറഞ്ഞ ടേം ആരാണ് കൊണ്ടുവന്നത് എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ആരാണ്? വിക്ടർ ഷ്ലോവ്സ്കി. എൻസ്ട്രേഞ്ചിങ് അതും ഇതേ സംഭവം തന്നെയാണ്. രണ്ട് നെയിംസും ആലോചിച്ച് വെക്കുക. Then what it means? Describing something in a strange or unusual way to make people notice it differently. ആൾക്കാർ ഒരു കാര്യത്തിന്, ഒരു സെന്റൻസിനെ ഡിഫറെൻ്റ് ആയിട്ട് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ എന്ത് ചെയ്തു? ഒന്ന് സ്ട്രേഞ്ച് ആക്കി ഡിസ്ക്രൈബ് ചെയ്യുക. ആ സംഭവം ഒന്ന് സ്ട്രേഞ്ച് ആക്കി ഡിസ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അൺയൂഷ്വൽ വേയിൽ, യൂഷ്വൽ ആയിട്ടുള്ള വേ മാറ്റിയിട്ട് അൺയൂഷ്വൽ വേയിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക? ഡീഫെമിലിയറൈസേഷൻ. ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് എ കാറ്റ്, ഡിസ്ക്രൈബ് ഇറ്റ് ആസ് എ സോഫ്റ്റ് ക്രിയേച്ചർ വിത്ത് ഗ്ലോയിങ് ഐസ് ദാറ്റ് മൂവ് സൈലന്റ്ലി ഇൻ ദ ഡാർക്ക്. അപ്പോൾ ഒരു കാറ്റിനെ പറ്റി പറഞ്ഞതാണ് ഈ സംഭവങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ആ കാറ്റിനെ പറ്റി പറഞ്ഞു നോക്ക്. എ സോഫ്റ്റ് ക്രിയേച്ചർ വിത്ത് ഗ്ലോയിങ് ഐസ് ദാറ്റ് മൂവ് സൈലന്റ്ലി ഇൻ ദ ഡാർക്ക്. മനസ്സിലായോ ഡീഫെമിലിയറൈസേഷൻ? അപ്പൊ ഫെമിലിയർ ആയിട്ടുള്ള ഒരു, നമുക്കൊക്കെ അറിയുന്ന ഒരു കാറ്റിനെ ഇവര് ഡീഫെമിലിയർ ആക്കി മാറ്റി, നമുക്ക് അറിയാത്തൊരു സ്ട്രേഞ്ച് ആക്കിയിട്ട് മാറ്റിയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ഇൻസ്റ്റെഡ് ഓഫ് എ കാർ സേ, കാറിനെ കുറിച്ച് അവർ പറയാണേ, ഡീഫെമിലിയറൈസേഷൻ ചെയ്തിട്ട് പറയാണ്. എ ബോക്സ് ഓൺ വീൽസ് ദാറ്റ് ക്യാരീസ് പീപ്പിൾ സേഫ്ലി ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇപ്പൊ ഒരു കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള സാധനത്തിനെ അവർ ഡീഫെമിലിയറൈസ് ചെയ്തു. എന്നിട്ട് എന്താ പറഞ്ഞത്? ബോക്സ് ഓൺ വീൽസ് ദാറ്റ് ക്യാരീസ് പീപ്പിൾ സേഫ്ലി ഫ്രം വൺ പ്ലേസ് ടു അനദർ. ശരിക്കും പ്രാന്തല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കാം. നല്ല എന്താ പറയാ, ഒരു വിറ്റി മൂഡിൽ, എല്ലാം നല്ല അടിപൊളി തമാശയിൽ, അല്ലാണ്ട് വെറും സ്ട്രേഞ്ച് സീരിയസ് ആക്കി ഇരുന്ന് ഇങ്ങനെ പഠിച്ചിട്ട് അതൊന്നും ഒരു കാര്യമില്ല. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് അങ്ങനെ പഠിക്കണം. ഓക്കെ, ദെൻ നമ്മൾ കീ ഫിഗേഴ്സിലോട്ട് വരികയാണ്. നമ്മളെല്ലാം ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഫിഗേഴ്സിനെല്ലാം കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ബോറിസ് ഈക്കൻബം ആണ്. ഇനി അവരുടെ കീ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ തിയറി ഓഫ് ദ ഫോർമൽ മെത്തേഡ് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. തിയറി ഓഫ് ദ ഫോർമൽ മെത്തേഡ് 1926 വന്നൊരു എസ്സേ ആണ്. അഡ്വക്കേറ്റഡ് ഫോർ അനലൈസിങ് ലിറ്റററി ഡിവൈസസ്, സ്ട്രക്ചർ ആൻഡ് ടെക്നിക്സ് ടു അണ്ടർസ്റ്റാൻഡ് ലിറ്ററേച്ചർ. ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത്? ലിറ്റററി ഡിവൈസസിനെ കുറിച്ചും, സ്ട്രക്ചറിനെ കുറിച്ചും, ടെക്നിക്സിനെ കുറിച്ചും. ഒരു ലിറ്ററേച്ചർ, ഒരു സാധനം, ഇപ്പോൾ ഒരു നോവൽ വായിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഡിവൈസും സ്ട്രക്ചറും അതിൻ്റെ ഒരു ടെക്നിക്സും ഒക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഷിഫ്റ്റഡ് ഫോക്കസ് ഫ്രം വാട്ട് കോണ്ടന്റ് ടു ദ ഹൗ ഫോം. അതായത് ഇവർ മെയിനായിട്ട് പറയുന്നത് എന്താണ് എന്ന് ചോദിക്കുന്നതിന് പകരം എങ്ങനെയാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അതിൻ്റെ ഉള്ളിലെ കോണ്ടന്റ് അല്ല അവർക്ക് വേണ്ടത്, ഹൗ, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോം, ഹൗ എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ, അതാണ് ഇവർക്ക് വേണ്ടത്. അതാണ് ഇതിൽ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അടുത്തത് കോൺസെപ്റ്റ് ഓഫ് സ്കാർസ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ആള് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എ നെറേറ്റീവ് സ്റ്റൈൽ മിമിക്കിംഗ് ഓറൽ സ്റ്റോറി ടെല്ലിംഗ്. നമ്മൾ ഓറലി ഇങ്ങനെ സ്റ്റോറി പറയില്ലേ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഞാനിന്ന് ഇവിടെ കോളേജിൽ പോയാലും അങ്ങനെ ഒരാളെ കണ്ട്, ഇത് ഒരു അങ്ങനെ കണ്ട് ഇങ്ങനെ കണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയൂലേ. അപ്പൊ അതുപോലെ അതുപോലെ തന്നെ ഉള്ളൊരു നെറേറ്റീവ് സ്റ്റൈലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഓറൽ സ്റ്റോറി ടെല്ലിംഗ് നമ്മൾ യൂഷ്വലായിട്ട് മീൻസ് ഒരു എന്താ പറയാ, ഇങ്ങനെ നമുക്ക് ഒന്നും ചിന്തിക്കാണ്ട് ഇങ്ങനെ പറയാ, എന്തൊക്കെയോ ഇങ്ങനെ പറയാ, അതുപോലെ എഴുതുന്ന ഒരു ടെക്നീക്കാണ് എന്ത്? കോൺസെപ്റ്റ് ഓഫ് സ്കാർസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, യൂസസ് സിമ്പിൾ കോൺവെർസേഷണൽ ലാംഗ്വേജ് വിത്ത് ദ നെറേറ്റേഴ്സ് യൂണിക് പെർസ്പെക്റ്റീവ്. അപ്പോൾ മെയിനായിട്ട് ഇതിൽ സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കും, ഒരു കോൺവെർസേഷണൽ ലാംഗ്വേജ് ആയിരിക്കും, നമ്മൾ പറയുന്ന പോലെ സ്റ്റോറി ചെയ്താൽ
മനസ്സിലായോ? അതാണ് സംഭവം. ഒരു എക്സാമ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ദെൻ ഇവരുടെ മേജർ വർക്ക്സ് വരുന്നത് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ Lermontov, a study in literary historical evaluation. Okay, 1924 വന്ന വർക്കാണ്. Analyzed Mikhail Lermontov's works focusing on style and form. അപ്പൊ ഇതിൽ ചെയ്യുന്നത് മിഖായിൽ ലെർമോntov എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ വർക്ക്സ് അനലൈസ് ചെയ്ത്, എന്നിട്ട് മെയിനായിട്ട് എന്തിലാണ് ഫോക്കസ് ചെയ്തത്? ഫോമിൽ ഫോക്കസ് ചെയ്തിട്ട് ആളുടെ വർക്ക്സ് ഒക്കെ അനലൈസ് ചെയ്തു ഈ ബുക്കിൽ. ഓക്കെ, ബോറിസ് ഈക്കൻബം. ഇനി അടുത്ത വർക്ക് എന്ന് പറഞ്ഞാല് തിയറി ഓഫ് ഫോർമൽ മെത്തേഡ്, എ ഫൗണ്ടേഷണൽ എസ്സേ ഇൻ റഷ്യൻ ഫോർമലിസം. റഷ്യൻ ഫോർമലിസത്തിന്റെ ഒരു ഫൗണ്ടേഷണൽ എസ്സേ ആണ് ദ തിയറി ഓഫ് ഫോർമൽ മെത്തേഡ്. അപ്പൊ അത് മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇനി ടോൾസ്റ്റോയ് ഇൻ ദ 60s, 1928 വന്നതാണ്. ടോൾസ്റ്റോയ് ഇൻ ദ 60s. Examine Leo Tolstoy's literary development during the 1860s. ലിയോ ടോൾസ്റ്റോയിന്റെ ഒരു ഡെവലപ്മെന്റ്, ലിറ്റററി ഡെവലപ്മെന്റ്, സാഹിത്യത്തിൽ വന്ന ഒരു ഡെവലപ്മെന്റ്, ആളുടെ വർക്ക്സ് ഒക്കെ വെച്ചിട്ട് വന്നിട്ട് 1860s ഒരു ഡെവലപ്മെന്റ് പറയുന്നതാണ് ഇതില്. ഇനി ടോൾസ്റ്റോയ് ഇൻ ദ 70s, 1931 എഴുതുന്നത്. അതുപോലെ തന്നെ ടോൾസ്റ്റോയിന്റെ വർക്ക്സ് ഫോക്കസിങ് ഓൺ 1870s, 70s വന്ന ആളുടെ വർക്ക്സ് ഒക്കെ അനലൈസ് ചെയ്തു. Then a route to immortality, a route to immortality, 1933 a fictional work reflecting Eichenbaum's interest in language and lexicography. ലാംഗ്വേജിലും ലെക്സിക്കോഗ്രഫിയിലൊക്കെ വന്നിട്ടുള്ള ഇൻട്രസ്റ്റിനെ കുറിച്ച്, ആളുടെ ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ടാണ് ആ വർക്കിൽ മെയിനായിട്ട് പറയുന്നത്. ഇത്ര മാത്രം. ശരിക്കും ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ജസ്റ്റ് വർക്ക്, ഡേറ്റ് അത് മാത്രം പഠിച്ചാൽ മതി. ക്രോണോളജിക്കൽ ഓർഡറിൽ ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ കൂടുതൽ ഇൻഫോർമേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് വേണ്ട, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ശരിക്കും വർക്ക്സ്, ഡേറ്റ് ഇത് മതി. ഇനി നെക്സ്റ്റ് വിക്ടർ സ്ലോവസ്കി. 1893 to 1984. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം, ക്രോണോളജി നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മേജർ വർക്ക്സ് എന്ന് പറഞ്ഞാൽ ആർട്ട് ടെക്നിക്, 1917 essay introducing the concept of defamiliarization. എന്തായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ച ഡീഫെമിലിയറൈസേഷൻ? പോസ് ചെയ്യുന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. വീഡിയോ ഇപ്പോൾ പോസ് ചെയ്യുക, എന്നിട്ട് ആലോചിക്കുക എന്താണെന്ന്. അപ്പൊ എന്തായിരുന്നു ഞാൻ പറയാം. മേക്കിംഗ് ദ ഫെമിലിയർ സ്ട്രേഞ്ച്, അതായത് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യം സ്ട്രേഞ്ച് ആക്കി മാറ്റുക, അതാണ് ഡീഫെമിലിയറൈസേഷൻ. അപ്പൊ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർക്ക് ഏതാണ്? ആർട്ട് ടെക്നിക്, 1917. ലേറ്റർ ഇൻക്ലൂഡഡ് ആസ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് തിയറി ഓഫ് പ്രോസ്. പിന്നെ ഇത് എന്താക്കി മാറ്റി? തിയറി ഓഫ് പ്രോസ് എന്ന് പറഞ്ഞ വർക്കിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ദ ടെക്നിക് ഓഫ് ദ റൈറ്റേഴ്സ് ക്രാഫ്റ്റ് നെക്സ്റ്റ് വർക്കാണ്. 1921 ഡിസ്കസ്ഡ് വേരിയസ് ടെക്നിക്സ് യൂസ്ഡ് ബൈ റൈറ്റേഴ്സ് ടു കൺസ്ട്രക്ട് നെറേറ്റീവ്സ്. ഓരോ നെറേറ്റീവ്സ് ഉണ്ടാക്കാൻ ഓരോ റൈറ്റേഴ്സ് യൂസ് ചെയ്ത ടെക്നീക്സിനാണ് ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് കേട്ടിങ്ങനെ പോവുക, വർക്കും ഡേറ്റും ഫോക്കസ് ചെയ്യുക. ഇനി തിയറി ഓഫ് പ്രോസ്, 1925, എ ഫൗണ്ടേഷണൽ ബുക്ക് അനലൈസിംഗ് ദി സ്ട്രക്ചർ ആൻഡ് ടെക്നിക്സ് ഓഫ് നെറേറ്റീവ് പ്രോസ്. ഒരു പ്രോസിൽ വരേണ്ട സ്ട്രക്ചറും അതിൻ്റെ ഒരു കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന ടെക്സ്റ്റാണ് തിയറി ഓഫ് പ്രോസ്, 1925. ഇനി ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ലൈക്ക് ഫെബുല, സ്റ്റോറീസ്, സ്യൂസെറ്റ്, പ്ലോട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അപ്പൊ ഇതൊക്കെ വന്നത് തിയറി ഓഫ് പ്രോസിലാണ്. ഇനി അടുത്തത് സൂ ഓർ ലെറ്റേഴ്സ് നോട്ട് അബൌട്ട് ലവ്, 1923 വരുന്നത്. ഓക്കെ, എ സെമി ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് ഇൻ ദ ഫോം ഓഫ് ഫിക്ഷണൽ ലെറ്റേഴ്സ് ഓൺ പോയട്രി ആൻഡ് നോൺസെൻസ് ലാംഗ്വേജ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1925 ഈ വർക്ക് വന്നത്. എക്സ്പ്ലോർ ദി സിഗ്നിഫിക്കൻസ് ഓഫ് സൗണ്ട്, റിതം ആൻഡ് സിമിലി നോൺസെൻസിക്കൽ ലാംഗ്വേജ് ഇൻ പോയട്രി. അത് ജസ്റ്റ് വായിച്ചു പോവുക, ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. വർക്ക് നോക്കുക, ഇയർ ഞാൻ പറഞ്ഞ തന്നെ പറയാണേ. ഓക്കെ, അടുത്തത് എ സെന്റിമെന്റൽ ജേർണി, മെമ്മോയേഴ്സ് ആണ്. 1917 to 1922 വരെ ആയിരുന്നു അത് വന്നത്. ഓക്കെ, ഇനി മെയിനായിട്ട് പബ്ലിഷ് ചെയ്തത് 1923 എ മെമ്മോർ റിഫ്ലക്റ്റിംഗ് ഓൺ ദ റഷ്യൻ റെവല്യൂഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ആർട്ടിസ്റ്റ് ആൻഡ് ഇന്റലക്ച്വൽ. പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അടുത്ത വർക്കാണ് എനർജി ഓഫ് ഡെല്യൂഷൻ, എ ബുക്ക് ഓൺ പ്ലോട്ട്,
1981 മെയിനായിട്ട് ഫോക്കസ്ഡ് ഓൺ ദ ഇവല്യൂഷൻ ആൻഡ് ടെക്നീക്സ് ഓഫ് കൺസ്ട്രക്ടിങ് പ്ലോട്ട്സ് ഇൻ ലിറ്ററേച്ചർ. ജസ്റ്റ് ഒന്ന് വായിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ആളാണ് ഏത്? യൂരി ടിനിയാനോവ്. യൂരി ടിനിയാനോവ് 1894 to 1943. ഇനി ആളുടെ വർക്ക് ഏതൊക്കെയാണ്? തിസിസ് ഓൺ ലാംഗ്വേജ് 1928 കോ ഓതേർഡ് വിത്ത് റോമൻ യേക്കബ്സൺ. റോമൻ യേക്കബ്സണുമായിട്ട് കോ ഓതർ, അതായത് രണ്ടാളും കൂടെ എഴുതിയ ഒരു വർക്കാണ് തിസിസ് ഓൺ ലാംഗ്വേജ് 1928. Highlighted the dynamic relationship between language and literature, emphasizing their evolution over time. മെയിനായിട്ട് ഇവർ ഇതന്നെയാണ് പഠിച്ചത് എല്ലാ ടെക്സ്റ്റിലും. ലിറ്ററേച്ചറിൻ്റെ ലാംഗ്വേജിൻ്റെ ഒരു അതിൻ്റെ എവല്യൂഷനും എങ്ങനെയാണ് അത് എമേർജ് ചെയ്തത്, അതെങ്ങനെ എവല്യൂഷൻ ചെയ്ത് അങ്ങനെ ആയി, ഇതിനൊക്കെ തന്നെ. മെയിനായിട്ടൊന്നുമില്ല. ദ പ്രോബ്ലം ഓഫ് വേഴ്സ് ലാംഗ്വേജ്. നെക്സ്റ്റ് എക്സ്പ്ലോർ ദ ഡൈനാമിക് സ്ട്രക്ചർ ഓഫ് വേഴ്സിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പഠിച്ച് ഫോക്കസിങ് ഓൺ റിതം, മീറ്റർ, സൗണ്ട് ആൻഡ് ഇന്റഗ്രൽ പോയറ്റിക് മീനിങ്. ഒരു പോയട്രീനെ കുറിച്ച് മെയിനായിട്ട് പഠിച്ചതാണ് ഇതിൽ. ദ പ്രോബ്ലം ഓഫ് വേഴ്സ് ലാംഗ്വേജ്. ഇനി അടുത്തത് വ്ളാഡിമിർ പ്രോപ്പാണ് അടുത്തത്. ഇനി വ്ളാഡിമിർ പ്രോപ്പ് 1895 to 1970 അതാണ് ലൈഫ് സ്പാന്. കീ വർക്ക് എന്ന് പറഞ്ഞാൽ മോർഫോളജി ഓഫ് ദ ഫോക്ക് ടെയിൽ 1928 ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുന്നത് 1958. അനലൈസ്ഡ് ദ സ്ട്രക്ചർ ഓഫ് റഷ്യൻ ഫോക്ക് ടെയിൽസ്. റഷ്യൻ ഫോക്ക് ടെയിൽസ്, പണ്ടത്തെ നാടോടി കഥകളൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ അനലൈസ് ചെയ്തതാണ് ഇതിൽ. ഐഡന്റിഫൈഡ് 31 നെറേറ്റീവ് ഫംഗ്ഷൻ. എത്ര നെറേറ്റീവ് ഫംഗ്ഷനെ കുറിച്ചാണ് പഠിച്ചത്? 31. ചിലപ്പം ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. റിക്കറിംഗ് പ്ലോട്ട് എലമെന്റ്സ് ആൻഡ് 7 ക്യാരക്ടർ റോൾസ്. എക്സാമ്പിൾ ഹീറോ, വില്ലൻ, ഹെൽപ്പർ, അങ്ങനെ കുറേ ക്യാരക്ടർ റോൾസിനെ കുറിച്ച് പഠിച്ചു. Then emphasized that all folktales share a common structural pattern. അവസാന ആൾ എത്തിച്ചേർന്നൊരു റിസർച്ചിൽ എത്തിച്ചേർന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എല്ലാ ഫോക്ക് ടെയിൽസിനും ഒരു കോമൺ സ്ട്രക്ചർ ഉണ്ട്, ഒരു കോമൺ പാറ്റേൺ ഉണ്ട് എന്നാണ് ഇയാൾ പഠിച്ചിട്ട് എത്തിയത്. ഓക്കെ, അടുത്തത് മിഖായിൽ ബക്തിൻ. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെന്തുകൊണ്ട് ആദ്യം മിഖായിൽ ബക്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല ആ ലിസ്റ്റിൽ? എന്താണെന്നറിയോ? ആൾ ശരിക്കും ഒരു റഷ്യൻ ഫോർമലിസത്തിൽ വരുന്ന ഒരു കീ ഫിഗർ ഒന്നല്ല, പക്ഷെ ആളുടെ കുറേ ഐഡിയാസ്, കുറേ കോൺസെപ്റ്റ്സ് ഒക്കെ റഷ്യൻ ഫോർമലിസത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. മിഖായിൽ ബക്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത നെറ്റ് എക്സാം ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. ശരിക്കും പറയാം, സീരിയസ് ആയിട്ട് പറയാം. നിങ്ങൾ എല്ലാ PYQs എടുത്തു നോക്കുക. മിഖായിൽ ബക്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, അവിടെ മസ്റ്റ് ആണ്, എന്തായാലും വരും, ഉറപ്പാണ്. അത്രയും കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ആളാണ് ബക്തിന്. അപ്പം ബക്തിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, എ മേജർ റഷ്യൻ ഫിലോസഫർ ആൻഡ് ലിറ്റററി ക്രിട്ടിക് നോൺ ഫോർ ഹിസ് ഐഡിയാസ് ഓൺ ലാംഗ്വേജ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ. ലാംഗ്വേജിലും ലിറ്ററേച്ചറിലും കൾച്ചറിലൊക്കെ കുറേ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ക്രിട്ടിക്കാണ് ആര്? മിഖായിൽ ബക്തിൻ. While Bakhtin himself is not strictly a formalist, his theories often overlap with formalist concepts about the nature of literary form and function. ചില സ്ഥലത്ത് ലിറ്റററി ഫോമിലും ഫംഗ്ഷനിലൊക്കെ ആള് കുറച്ച് ടേംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും ഫോമലിസവും ആയിട്ട് ഏകദേശം മാച്ചായി വരുന്നുണ്ട്. അതുകൊണ്ടാണ് മിഖായിൽ ബക്തിനെ ഞാൻ ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. Bakhtin criticized formalists for ignoring the social and cultural context of literature. ഇനി ബക്തിൻ എന്തും ചെയ്തിട്ടുണ്ട്? ഫോർമലിസ്റ്റ് ആരെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഓരോട് പറയാം, നിങ്ങൾ സോഷ്യൽ കോണ്ടെക്സ്റ്റ്, ഒരു വർക്കിൽ സോഷ്യൽ കോണ്ടെക്സ്റ്റും അവരുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഒന്നും നോക്കാതെ എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് നിങ്ങൾ അനലൈസ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് ഇങ്ങനെ പരിഹസിച്ചിട്ടുണ്ട്, പുച്ഛിച്ചിട്ടുണ്ട്. ഓക്കെ, he expanded the idea of literary form by incorporating dialogue between voices and historical change. ഇനി ഡയലോഗ് ബിറ്റ്വീൻ അതൊക്കെ നമ്മളിപ്പോൾ ഓരോ കോൺസെപ്റ്റ് ആയിട്ട് പഠിക്കും, അപ്പോൾ അത് മെയിനായിട്ട് പറയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നോക്കിയേ, ബക്തിൻ ആഡഡ് ഡെപ്ത് ടു ഫോർമലിസ്റ്റ് അനാലിസിസ് ബൈ ഫോക്കസിങ് ഓൺ ഹൗ ടെക്സ്റ്റ് റിലേറ്റ് ടു സൊസൈറ്റി ആൻഡ് ഹിസ്റ്ററി. ഇനി ഇയാൾ മെയിനായിട്ട് പറഞ്ഞത് എന്താണോ? ഹൗ ഒരു ടെക്സ്റ്റ് എങ്ങനെയാണ് സൊസൈറ്റിക്കും ഹിസ്റ്ററിക്കും. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റഷ്യൻ ഫോർമലിസ്റ്റ് ഓതറിന്റെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു അന്നത്തെ സൊസൈറ്റിനെ കുറിച്ചിട്ടോ ഒന്നും നോക്കിക്കില്ല. ഓൺലി ഇൻ ദ ഫോം, ഓൺലി ഇൻ ദ സ്ട്രക്ചർ, ഓൺലി ഇൻ ദ ടെക്നിക് അവർ ഫോക്കസ് ചെയ്തിട്ട് അതിനാണ്. പക്ഷെ ഇയാൾ മിഖായിൽ ബക്തിനെ എന്തിനാ മെയിനായിട്ട് ഫോക്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഒരു ടെക്സ്റ്റ് എങ്ങനെയാണ് അവരുടെ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, അവരുടെ കൾച്ചറുമായിട്ട് എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് മിഖായിൽ ബക്തിന് ഒരു ടെക്സ്റ്റിനെ അനലൈസ് ചെയ്തത്. കുറച്ചും കൂടി ലിബറൽ വേലാണ്
എക്സാമിൻ ചെയ്തത് കേട്ടോ ഇയാള്. ഓക്കെ, മേജർ വർക്ക്സ് നോക്കാം. പ്രോബ്ലംസ് ഓഫ് ദസ്തവിസ്കിസ് പോയറ്റിക്സ് 1929 ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ഡയലഗിസം. ഡയലഗിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ടെക്സ്റ്റിലാണ്, പ്രോബ്ലംസ് ഓഫ് ദസ്തവിസ്കിസ് പോയറ്റിക്സ്. ഫോക്കസിങ് ഓൺ ദ ഇന്ററാക്ഷൻ ഓഫ് വോയിസസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഇൻ ലിറ്ററേച്ചർ. ഒരു ലിറ്ററേച്ചറിൽ എങ്ങനെയാണ് ഒരു വോയിസസ് വരുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വോയിസസ് വരുന്നത്, ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് വരുന്നത് എന്നൊക്കെ ആണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ടുവാർഡ് എ ഫിലോസഫി ഓഫ് ദ ആക്ട്, പോസ്റ്റ്മസ് ആയിട്ട് പബ്ലിഷ് ചെയ്താണ്, ആൾ മരിച്ചതിന് ശേഷമാണ് ഇത് വരുന്നത്. എക്സ്പ്ലോർസ് ദ ഫിലോസഫിക്കൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ആക്ഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇനി അടുത്ത റബലൈസ് ആൻഡ് ഹിസ് വേൾഡ് 1965 അനലൈസസ് ദ വർക്ക്സ് ഓഫ് ഫ്രാങ്കോയിസ് റബലൈസ് എംഫസൈസിങ് ദ തീം ഓഫ് കാർണിവൽ ആൻഡ് സോഷ്യൽ അപ്ഹീവൽ ഇൻ ലിറ്ററേച്ചർ. അപ്പോൾ മെയിനായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, തീം ഓഫ് കാർണിവൽ ആൻഡ് സോഷ്യൽ അപ്പീൽ ഓഫ് ലിറ്ററേച്ചർ. ഇതൊക്കെ നമ്മളിപ്പോൾ എന്താണ് കാർണിവൽ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം നമ്മൾ പഠിക്കും. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ ഒരു സമ്മറി ഒന്ന് നോക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളത്. ബാക്കി നിങ്ങൾ വർക്കും ഡേറ്റും മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും പഠിക്കണ്ട. പിന്നെ കുറച്ച് കോൺസെപ്റ്റ്സ് ഒക്കെ ഇവർ കൊണ്ടുവരില്ല, കീ ടേംസ് ഒക്കെ, അത് മാത്രം പഠിച്ചാൽ മതി. അപ്പം നമ്മൾ പറയൂ കേട്ടോ. ഇനി പ്രോബ്ലംസ് ഓഫ് ലിറ്ററേച്ചർ ആൻഡ് എസ്തെറ്റിക്സ് 1975 വന്ന വർക്കാണ്. എ കളക്ഷൻ ഓഫ് എസ്സേസ് ഡിസ്കസിങ് കീ ഐഡിയാസ് ഇൻ ബക്തിൻസ് ലിറ്റററി തിയറി. ബക്തിൻ്റെ ഒരു തിയറിയിൽ വന്നിട്ടുള്ള കീ ഐഡിയാസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്തത് ഡയലോഗിക് ഇമാജിനേഷൻ 4 എസ്സേസ്. ഒരു 4 എസ്സേസ് വരുന്നുണ്ട്. 1981 വന്നത്, പക്ഷേ ഒറിജിനൽ ഇൻ 1930s ഒറിജിനലായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. നോക്കിക്കോ, ഇൻക്ലൂഡ്സ് ഇമ്പോർട്ടൻറ്റ് എസ്സേസ് ഓൺ നെറേറ്റീവ് തിയറി. നെറേറ്റീവ് തിയറിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് എസ്സേസ് ഒക്കെ ഈ ഡയലോഗിക് ഇമാജിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ എസ്സേയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ 4 എസ്സേസ് ആണ് വരുന്നത്. അതെന്തായാലും അങ്ങനെ തന്നെ പഠിച്ചോട്ടോ. 4 എസ്സേസ് ഏതൊക്കെയാണ്? എപ്പിക് ആൻഡ് നോവൽ 1941, ഫ്രം ദ പ്രീ ഹിസ്റ്ററി ഓഫ് ദ നോവലിസ്റ്റിക് ഡിസ്കോഴ്സ് 1940, ദെൻ ഫോംസ് ഓഫ് ടൈം ആൻഡ് ദ ക്രോണോടോപ്പ് ഇൻ നോവൽ 1937, ഡിസ്കോഴ്സ് ഇൻ ദ നോവൽ 1934. ഇതൊന്നുമില്ല, അങ്ങനെ തന്നെ പഠിച്ചേക്കണം, അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. വർക്ക് പഠിക്കുക, ഡേറ്റ് പഠിക്കുക, ഇത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ചിന്ത എന്ന് പറഞ്ഞാൽ വർക്ക് ഡേറ്റ്. ഇപ്പം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഡയറക്റ്റ് ഈ വർക്ക് ആരാ എഴുതിയത്, ഇതിന്റെ പബ്ലിഷ് ഡേറ്റ് എന്താണ്, ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജി ചോദിച്ചിട്ട് ഒരു 15-20 ക്വസ്റ്റ്യനാണ് മക്കളെ വരുന്നത്. അപ്പോൾ ഇവർ ക്രോണോളജി ചോദിച്ച് നമ്മളങ്ങ് കുഴക്കി കളി, ഒന്നും നോക്കണ്ട. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബൈ ഹാർട്ട് പഠിക്കുക. ഈ വർക്കും എന്താ പറയുക, ഡേറ്റ്സ് ഒക്കെ കോഡ് വെക്കുക, പറ്റുവാണെങ്കിൽ കോഡ് വെച്ചിട്ട് പഠിക്കുക. ഓക്കെ, അടുത്തത് ദ ഫോമൽ മെത്തേഡ് ഇൻ ലിറ്റററി സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്ക്, കോ ഓതേർഡ് വിത്ത് പവേൽ മെഡ്വെഡെവ് ആൻഡ് വാലന്റീൻ വൊലോഷ്നോവ്. അപ്പോൾ അവരുമായിട്ട് കോ ഓതർ ചെയ്ത, അവരൊക്കെ കൂടെ എഴുതിയ ടെക്സ്റ്റാണ് അത്. മിഖായിൽ ബക്തിനും എല്ലാവരും കൂടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് ആൻ ഏർലി വർക്ക് ഡിസ്കസിങ് ദ ഫോമലിസ്റ്റ് അപ്രോച്ച് ടു ലിറ്ററേച്ചർ ആൻഡ് ഇറ്റ്സ് റിലേഷൻ ടു ബക്തിൻ ഐഡിയാസ്. ബക്തിൻ്റെ ഐഡിയാസിനൊക്കെ ആയിട്ട് എങ്ങനെയാണ് ഫോമലിസ്റ്റിക് അപ്രോച്ച് റിലേറ്റ് ചെയ്യുന്നതെന്നൊക്കെയാണ് ഇതിൽ പഠിച്ചിട്ടുള്ളത്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് വർക്ക് മാത്രം നോക്കിയാൽ മതി. ഇനിയാണ് വരുന്നത് കീ കോൺസെപ്റ്റ്സ്. ഇയാളുടെ കീ കോൺസെപ്റ്റ്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ മിഖായിൽ ബക്തിൻ്റെ കീ കോൺസെപ്റ്റ്സ്. അപ്പോൾ എന്തായാലും അത് പഠിക്കണം, അതിൽ ഒരു രക്ഷയില്ല, അതെന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്ന ടേം ആണ് ഹെട്രോഗ്ലോസിയ. ഹെട്രോഗ്ലോസിയ, ഡിഫറെൻറ്റ് വേസ് ഓഫ് സ്പീക്കിംഗ് എക്സിസ്റ്റ് ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഡിഫറെൻറ്റ് വേ ഓഫ് സ്പീക്കിംഗ് ഉണ്ട് അല്ലേ, പലരും പല ടൈപ്പിലാണ് സംസാരിക്കുക. അപ്പം നമ്മുടെ അപ്പം ഞാനിപ്പോൾ കാലിക്കറ്റ് നിന്നാണ്. അപ്പോൾ കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജില്ല എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വടകര, കൊയിലാണ്ടി, ദെൻ കാലിക്കറ്റ് ടൗണ്, അതൊക്കെ ഡിഫറെൻറ്റ് വേ ഓഫ് സ്പീക്കിംഗ് ആണ്. ഓക്കെ, സ്ലാങ് ഒക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് ആ 3. ഈവൻ അതൊരു ജില്ലയാണെങ്കിൽ പോലും ഡിഫറെൻറ്റ് വേ ഓഫ് സ്ലാങ്സ് ഉണ്ട് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാ ജില്ലകളിലും ഉണ്ടാവും, എനിക്ക് അറിയുന്നതിനെ കൊണ്ട് ഞാനിത് പറഞ്ഞതാണ്. അപ്പോൾ ഡിഫറെൻറ്റ് വേസ് ഓഫ് സ്പീക്കിംഗ് എക്സിസ്റ്റ് ഇൻ സൊസൈറ്റി. ആള് പറയാണ് സൊസൈറ്റിയിൽ ഡിഫറെൻറ്റ് വേ ഓഫ് സ്പീക്കിംഗ് ഉണ്ട്. ഇൻ എ സ്റ്റോറി, അപ്പോൾ ഒരു സ്റ്റോറി എടുക്കുകയാണെങ്കിൽ ക്യാരക്ടേഴ്സ് ക്യാൻ സ്പീക്ക് ഇൻ ഡിഫറെൻറ്റ് സ്റ്റൈൽസ്. ക്യാരക്ടേഴ്സിന് ഡിഫറെൻറ്റ് സ്റ്റൈൽസിൽ സ്പീക്ക് ചെയ്യാൻ പറ്റും, ഡിപ്പെൻഡിങ് ഓൺ ഹൂ ദേ ആർ ഓർ വേർ ദേ കം ഫ്രം. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും?
ഹൂ ദേ ആർ, അവരാരാണ് അല്ലെങ്കിൽ അവർ എവിടെ നിന്നാണ് വരുന്നത് എന്ന് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ സംസാരം. ഓക്കെ, ഇപ്പോൾ ഒരു നോവലിൽ ഒരു ടീച്ചറെ കുറിച്ച് പറയാണ്, ടീച്ചർ സംസാരിക്കുകയാണ്, അപ്പോൾ ഒരു വേറെ ആയിരിക്കും, നല്ലൊരു അച്ചടി ഭാഷയിലായിരിക്കും പറയാം. ഇനി ഒരു ചെറിയ കുട്ടിയാണ് സംസാരിക്കുന്നത്, അപ്പോൾ ഒരു കുട്ടിത്തുള്ള ഒരു സംസാരം അറിയാലോ. അപ്പോൾ അങ്ങനെ ഡിഫറെന്റ് വേസ് ഓഫ് സ്പീക്കിംഗ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ക്രോണോ ടോപ്പ്. എന്താണ് ക്രോണോ ടോപ്പ്? ഇതില് ഇറ്റ്സ് അബൌട്ട് ഹൗ ടൈം ആൻഡ് പ്ലേസ് ആർ ഷോൺ ഇൻ എ സ്റ്റോറി. ഒരു സ്റ്റോറിയിൽ എങ്ങനെയാണ് ഒരു ടൈമും ഒരു ടൈമും പ്ലേസും ഒക്കെ എങ്ങനെയാണ് ഒരു സ്റ്റോറിയിൽ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഹൗ ദ സെറ്റിംഗ് ഓർ ടൈം പീരിയഡ് ചേഞ്ചസ് ദ മൂഡ് ഓർ മീനിങ് ഓഫ് എ സ്റ്റോറി. ഒരു സമയത്തിനും അതുപോലെ തന്നെ ആ ഒരു സെറ്റിങ്ങിനും ഒരു പ്ലേസിനും സ്റ്റോറിയുടെ മൂഡ് മാറ്റാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലേ? സ്റ്റോറിയുടെ മൂഡ് മാറ്റാനുള്ള ഒരു കഴിവുണ്ട്. എന്തിന്? ടൈമിനും ആ ഒരു സെറ്റിങ്ങിനും പ്ലേസിനും. ഇപ്പോൾ ഒരു എന്താണ് ഞാൻ പറയാം, ഇപ്പോൾ ഒരു പ്രേതത്തിൻ്റെ ഒരു ഫിലിം എടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ ഒരു ബ്ലാക്ക്, അതിൻ്റെ സെറ്റിംഗ് ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ഗ്ലൂമി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അല്ലാണ്ട് ഫുള്ള് വെളിച്ചം അടിപൊളി പ്ലസന്റ് ഡേ ഒക്കെ കൊടുക്കുമോ? ഗോസ്റ്റ് ഒരു എന്താ പറയുക, പ്രേതമൊക്കെ ഉള്ള സിനിമയിൽ എങ്ങനെയാണ് ഉണ്ടാവുക? മെയിനായിട്ട് മലയാള സിനിമ ഒന്നും പറയണ്ട, പിന്നെ രാത്രി കാറ്റ് വരുന്നു, അങ്ങനെ ഭയങ്കര ഒരു സ്ട്രെയിൻ സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു മൂവിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റോറീൻ്റെ മൂഡ് മാറ്റാനുള്ള കഴിവ് എന്തിനുണ്ട്? ടൈമിനും അതുപോലെ തന്നെ സെറ്റിങ്ങിനും. സെറ്റിംഗ് എന്ന് ഉദ്ദേശിച്ച പ്ലേസിനും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടേം ഇസ് പോളിഫണി. പോളിഫണി എന്ന് പറഞ്ഞാൽ a story where many characters have their own opinions and voices instead of just others' point of view. Each character can say what they really think. ഇനി ക്രോണോടൈപ്പ് സോറി ടങ് ട്വിസ്റ്റായി പോകുന്നുണ്ട്. ഇങ്ങനെ നിർത്താണ്ട് ഇങ്ങനെ പറയുന്നേരം നമ്മളെ ടങ് ട്വിസ്റ്റായി പോകും. അതിന് ഒരു വേർഡ് പറയാനുണ്ടായിരുന്നു, അറിയോ? എന്താ അറിയോ? സൈക്കോ അനാലിസിസിൽ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അത് ഇതിന് പറയുന്നതാണ്. നമ്മളിങ്ങനെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു പോവുക, ടങ് ട്വിസ്റ്റായി പോവുക. അപ്പോൾ അതിനാണ് ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്നൊക്കെ പറയുന്നത്. ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. ഓക്കെ, അങ്ങനെ പോളിഫണി എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്റ്റോറി വെർ മെനി ക്യാരക്ടേഴ്സ് ഹാവ് ദെയർ ഓൺ ഒപ്പീനിയൻസ്. ഒരു സ്റ്റോറിയിൽ ക്യാരക്ടേഴ്സിന് അവരുടേതായ ഒപ്പീനിയൻസ് ഉണ്ടാകും, അവരുടേതായ വോയിസസ് ഉണ്ടാവും, ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ഓതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. ഇപ്പോൾ ഒരു റൈറ്റർ ഒരു കഥ എഴുതുകയാണ്, അപ്പോൾ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം എഴുതാണ്ട് ഓരോ ക്യാരക്ടേഴ്സിനും ജീവൻ കൊടുക്കുന്നു. ഓരോ ക്യാരക്ടേഴ്സിനും അവരുടേതായ കോൺസെപ്റ്റ്, അവരുടേതായ ഒരു ചിന്താഗതി, അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ കൊടുക്കുന്നതിനാണ് പോളിഫണി എന്ന് പറയുക. പോളി മീൻസ് കുറേ, മെനി എന്നുള്ള അർത്ഥം. അപ്പോൾ കുറേ ആൾക്കാരുടെ വോയിസസ് കൊടുക്കുന്നതിനാണ് എന്ത് പറയുക? ഓക്കെ, അപ്പൊ ജസ്റ്റ് ചുമ വന്നാണേ, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. എനിക്ക് പെട്ടെന്ന് ചുമ വന്നതാണ്. ഓക്കെ, അപ്പോൾ പോളിഫണി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച് ഒരു ഓതർ അതിലുള്ള ക്യാരക്ടേഴ്സിന് അവരുടേതായ പോയിന്റ് ഓഫ് വ്യൂ, അവരുടെ വോയിസസ് ഒക്കെ കൊടുക്കുന്നതിനാണ് എന്ത് പറയുക? പോളിഫണി എന്ന് പറയാം. ഈച്ച് ക്യാരക്ടർ ക്യാൻ സേ വാട്ട് ദേ റിയലി തിങ്ക്. ഓരോ ക്യാരക്ടറിനും പറയാനുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ട്. അവരെന്താണോ ചിന്തിക്കുന്നത് അത് പറയാനുള്ള അവസരം ഓതർ ക്യാരക്ടേഴ്സിന് കൊടുക്കുകയാണ്. അപ്പം ഇതിനൊക്കെ പറയുന്ന ഒരു ടേമാണ് എന്ത്? പോളിഫണി. മനസ്സിലായോ? അടുത്തത് ഡയലോഗിസം. ഡയലോഗിസം എന്ന് പറഞ്ഞാൽ ഇൻ എ ഡയലോഗ് ക്യാരക്ടേഴ്സ് ഷെയർ their own ideas which might even contradict each other. It's not just the author telling what to think. പോളിഫണിയും ഡയലോഗിസം മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡയലോഗിസത്തിൽ പറയുന്നത് ഇൻ എ ഡയലോഗ്, ഒരു ഡയലോഗ് പറയാണ്, അപ്പോൾ ക്യാരക്ടേഴ്സ് ഷെയർ ദെയർ ഓൺ ഐഡിയാസ്. അപ്പോൾ അവരുടേതായിട്ടുള്ള ഐഡിയാസ് ക്യാരക്ടേഴ്സ് പറയുന്നു, വിച്ച് മൈറ്റ് ഈവൻ കോൺട്രഡിക്ട് ഈച്ച് അതർ. ശരിക്കും അത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്റ്റ് ചെയ്യാൻ, അത് ശരിക്കും നമുക്ക് യോജിക്കാൻ പറ്റുന്നതല്ലായിരിക്കും അവർ പറയുന്നത്, കോൺട്രഡിക്റ്ററി ആയിരിക്കും. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ ഓതർ ടെല്ലിങ് വാട്ട് ടു തിങ്ക്. ശരിക്കും ഓതർ അല്ല പറയുന്നത്, അവിടെ ക്യാരക്ടറാണ് ശരിക്കും കോൺട്രഡിക്റ്ററി ആയിട്ട് ഡയലോഗ്സ് ഇങ്ങനെ പറയുന്നത്, അവരുടെ ഐഡിയാസിലും അവരുടെ വേസിലും. മനസ്സിലായോ? ഓക്കെ, അതാണ് ഡയലോഗിസം. ഇനി അടുത്തത് കാർണിവൽസ്. കാർണിവൽസ് ക്യൂ എന്ന് പറഞ്ഞാൽ എ ഫൺ chaotic way of telling a story that turns things upside down, often using humor to break rules and challenge authority.
ഇപ്പോൾ ഒരു ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റോറിയിലും ഇപ്പോൾ വലിയ വലിയ ഡ്രാമാസിലൊക്കെ കിങ് എപ്പോഴും വലുത്, കിങ്ങിന് എല്ലാ ഡ്യൂട്ടിയും. അപ്പൊ അതിന്റെ കിങ്ങിന്റെ സെർവൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കിങ്ങിന്റെ അടിയാന്മാരായിട്ട് ഇങ്ങനെ കിങ്ങിന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ കാർണിവൽസ് ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സമയത്ത് എന്താണ് അതിലെന്താണെന്നറിയോ പറയുന്നത്, മിഖായിൽ ബക്തിൻ പറയാണ്, ഇവിടെ ആളുകളെ അപ്സൈഡ് ഡൗൺ ആക്കാണ്. ഇപ്പം കിങ്ങിനെ സ്ലൈവ് ആക്കി മാറ്റുന്നു, സ്ലൈവിനെ കിങ് ആക്കി മാറ്റുന്നു. അപ്പൊ അങ്ങനെ ഒരു ഫൺ വേയിൽ കൂടെ പറയുന്ന, കയോട്ടിക് വേയിൽ കൂടെ ഒരു സ്റ്റോറി എക്സ്പ്രസ് ചെയ്യാണ്. ഒരു അതോറിറ്റിനെ, സെറ്റ് ഓഫ് റൂൾസിനെ മറികടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സെറ്റ് ഓഫ് റൂൾസ് ആണിത്, കിങ്ങിനാണ് എല്ലാ അധികാരവും. പക്ഷെ ഇവിടെ അത് മാറ്റിയിട്ട് സ്ലൈവിന് അധികാരം കൊടുക്കുന്നത്, കിങ്ങിനെ ഒന്നും കൊടുക്കുന്നില്ല, കിങ്ങിനെ സ്ലൈവ് ആക്കുന്നത്. അങ്ങനെ അപ്സൈഡ് ഡൗൺ ആക്കിയിട്ട് പറയുന്നതിനാണ് എന്ത് പറയാ, കാർണിവൽസ് ക്യൂ എന്ന് പറയാ. മനസ്സിലായോ? ഇനി അടുത്തതാണ് അൺഫൈനലൈസബിലിറ്റി. ഓക്കെ, അൺഫൈനലൈസബിലിറ്റി എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് ആർ ഓൾവേസ് ചേഞ്ചിങ്. ക്യാരക്ടേഴ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദേ ആർ നെവർ കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ഓർ ഡിഫൈൻഡ് ആൻഡ് ദർ ഇസ് ഓൾവേസ് റൂം ഫോർ ദം ടു ഗ്രോ ഓർ ചേഞ്ച് ഇൻ ദ സ്റ്റോറി. അപ്പോൾ ക്യാരക്ടേഴ്സിന് സ്റ്റേബിൾ ആയിട്ട് ഒരു സംഭവം കൊടുക്കാതെ അവർക്ക് എന്താണ് അവരുടെ ഒരു ഐഡിയാസും കാര്യങ്ങളൊന്നും ഫിനിഷ് ചെയ്യാതെ ശരിക്കും ഓരോ പേഴ്സ്പെക്റ്റീവിനൊക്കെ എന്താണ് ഒരു ന്യൂ സ്ഥലം കൊടുക്കുകയാണ്, ഒരു റൂം ഫോർ ദേ ടു ഗ്രോ ഓർ ചേഞ്ച് ഇൻ ദ സ്റ്റോറി. സ്റ്റോറിയിൽ മാറാനും അവരുടെ സ്വഭാവം മാറാനും അതുപോലെ തന്നെ മീൻസ് എന്താ, ഞാൻ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അൺഫൈനലൈസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറിനെ ഇപ്പം ഫൈനലൈസ് ചെയ്യുന്നില്ല, ഇന്നാള് നല്ലതാണ് ഒന്ന് ഫൈനലൈസ് ചെയ്യുന്നില്ല, എന്നിട്ട് അവരെങ്ങനെ മാറുക, അവരുടെ സ്വഭാവം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അതിനാണ് എന്ത് പറയാ, അൺഫൈനലൈസബിലിറ്റി എന്ന് പറയാ. മനസ്സിലായോ? ഓക്കെ, അടുത്തത് റോമൻ യേക്കബ്സൺ. റോമൻ യേക്കബ്സൺ ജൂയിഷ് റഷ്യൻ ലിംഗ്വിസ്റ്റ് ആൻഡ് ലിറ്റററി തിയറിസ്റ്റ് ആണ്. പ്ലേഡ് എ കീ റോൾ ഇൻ ബ്രിഡ്ജിംഗ് ഫോർമലിസം ആൻഡ് സ്ട്രക്ചറലിസം ഇൻ ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ലിറ്റററി തിയറി. അപ്പം ഫോർമലിസവും സ്ട്രക്ചറലിസം ഒക്കെ ഒന്ന് അതിൻ്റെ ഒരു എന്താണ് ബ്രിഡ്ജിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത ആള് ആണ്. ലിറ്റററി തിയറിയിൽ മെയിനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണ് റോമൻ യേക്കബ്സൺ. കീ കോൺസെപ്റ്റ്സ് വരുന്നത് സെലക്ഷൻ, അതിന് പാരഡൈം എന്ന് പറയും, ആൻഡ് കോമ്പിനേഷൻ, സിൻടാക്. അപ്പം പാരഡൈമും സിൻടാക് എന്താന്ന് നോക്കാം. സെലക്ഷൻ എന്താണ് പാരഡൈം എന്ന് പറഞ്ഞാൽ? പാരഡൈം എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്സ് ആർ അബൌട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ സിമിലാരിറ്റി. ഓക്കെ, കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്സ് ആർ അബൌട്ട് പൊസിഷനിങ് ഓർ ഹൗ എലമെന്റ്സ് ആർ അറേഞ്ച്ഡ്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് കണ്ടാൽ നമുക്ക് മെയിൻ ആയിട്ട് മനസ്സിലാവും. നോക്കാം നമുക്ക് എക്സാമ്പിൾ എന്താന്ന്. ഓക്കെ, എക്സാമ്പിൾ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചൂസിങ് എ സിനോണിം, സിമിലർ ആയിട്ടുള്ള ഒരു കാര്യം, ഒരു വേർഡിന്റെ സിമിലർ ആയിട്ടുള്ളൊരു വേർഡ് എടുക്കുകയാണ്. അപ്പോൾ അതാണ് എന്ത്, സെലക്ഷൻ. സിമിലർ ആയിട്ടുള്ള സിമിലാരിറ്റി നോക്കിയിട്ടാണ് അവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ചൂസിങ് എ സിനോണിം, സിനോണിംസ് അറിയില്ല, ഒരു വേർഡിന് കുറേ സിനോണിംസ് ഉണ്ടാവും, സെയിം മീനിങ് വരുന്ന കുറേ വേർഡ്സ് ഉണ്ടാവും. ഇനി കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കമ്പൈനിങ് വേർഡ്സ് ഇൻ എ സെന്റൻസ്, ഒരു സെന്റൻസിൽ വേർഡ്സ് ഒക്കെ കൂടെ കമ്പൈൻ ചെയ്യുന്നതിനാണ് എന്ത് പറയാ, കോമ്പിനേഷൻ എന്ന് പറയാ. അപ്പോൾ എല്ലാം പഠിച്ചില്ലേ? ഓക്കെ, അത് മനസ്സിലായില്ലേ? ഇനി ബൈപോളാർ സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജസ് വർക്ക്സ് ത്രൂ ടു പോൾസ്. ആള് പറയാണ് ലാംഗ്വേജസ് ശരിക്കും വർക്ക് ചെയ്യുന്നത് ടു പോൾസിലായിട്ടാണ്. മെറ്റഫർ, സബ്സ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ സിമിലാരിറ്റി. മെറ്റഫർ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ സിമിലാരിറ്റി, സിമിലാരിറ്റി നോക്കിയിട്ട് വേറൊരു സാധനം കൊടുക്കുകയാണ്, അതിനാണ് മെറ്റഫർ എന്ന് പറയുന്നത്. മെറ്റോണിമി എന്ന് പറഞ്ഞാൽ എന്താണ്, സബ്സ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ കോണ്ടിഗ്വിറ്റി ഓർ അസോസിയേഷൻ, അതിൻ്റെ അസോസിയേഷൻ ഒക്കെ നോക്കിയിട്ടാണ് മെറ്റോണിമി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അവിടെ കൊടുക്കുന്നത്. ഇതൊന്നും ജസ്റ്റ് ഒന്നും നോക്കണ്ട, ജസ്റ്റ് ലാംഗ്വേജ് വർക്ക്സ് ത്രൂ ടു പോൾസ്, ആ ടു പോൾസ് എന്താണ്, മെറ്റഫറും മെറ്റോണിമി, അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, വെറുതെ വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കുക നിൽക്കണ്ട. അടുത്തത് എന്ന് പറഞ്ഞാൽ യേക്കബ്സൺ ബിലീവ്ഡ് ദാറ്റ് ദീസ് ടു പ്രോസസ് എക്സ്പ്ലെയിൻ ഹൗ വി യൂസ് ലാംഗ്വേജ്. ഈ രണ്ട് പ്രോസസ്സാണ് നമ്മൾ ലാംഗ്വേജ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നത്. അതായത് ഈ മെറ്റഫറും മെറ്റോണിമി, ആ പ്രോസസ്സ് അത് ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ എങ്ങനെ ലാംഗ്വേജ് യൂസ് ചെയ്യണമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നതെന്നാണ് റോമൻ യേക്കബ്സൺ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ലിറ്ററേച്ചർ ആസ് ഓർഗനൈസ്ഡ് വയലൻസ്. Jacobson described literature as organized violence committed on ordinary speech, meaning that literature disrupts normal language to create meaning or effect. എന്താണ് മെയിൻ ആയിട്ട് പറയുന്നത്, ലിറ്ററേച്ചർ ഡിസ്റപ്റ്റ്
നോർമൽ ലാംഗ്വേജ്. ലിറ്ററേച്ചർ നോർമൽ ലാംഗ്വേജിനെ ശരിക്കും ഡിസ്റപ്റ്റ് ചെയ്യുന്നുണ്ട് ടു ക്രിയേറ്റ് മീനിങ് ഓർ ഇഫക്റ്റ്. ഒരു നല്ലൊരു മീനിങ്ങോ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ നോർമൽ ലാംഗ്വേജിനെ ഡിസ്റപ്റ്റ് ചെയ്യും. നോർമൽ ലാംഗ്വേജിനെ മാറ്റിയിട്ട് നമ്മളൊരു ലിറ്ററേച്ചർ കൊണ്ടുവരും, സാഹിത്യം കൊണ്ടുവരാം. സാഹിത്യം കൊണ്ടുവരുന്നേരം നോർമൽ ലാംഗ്വേജ് എന്ത് ചെയ്യും? ഡിസ്റപ്റ്റഡ് ആയി പോകും. ഓക്കെ, അത്രേ ഇതിൽ പറയുന്നുള്ളൂ. Two aspects of language and aphasic disturbances. Jacobson discussed how aphasia, speech disorders. Aphasia എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീച്ച് ഡിസോർഡേഴ്സ് ആണ്. റിവീൽസ് ദ ടു മെയിൻ ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ്. ഒന്ന് മെറ്റഫറും, മെറ്റഫർ എന്ന് പറഞ്ഞാൽ റിപ്ലേസിങ് വേർഡ്സ്, സിനോണിംസ് നോക്കിയിട്ട് വേർഡ്സിനെ റീപ്ലേസ് ചെയ്യുന്ന മെറ്റഫർ എന്ന് പറയുന്നത്. മെറ്റോണിമി എന്ന് പറഞ്ഞാൽ അസോസിയേറ്റിംഗ് ഐഡിയാസിനെ അസോസിയേറ്റ് ചെയ്യുന്നതും. ഓക്കെ, അടുത്ത മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ 6 ഫാക്ടേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആള് പറയുന്നുണ്ട്. അതിൽ വരുന്നത് അഡ്രസ്ഡ്, അഡ്രസ്സർ, അഡ്രസ്സി, കോഡ്, മെസ്സേജ്. ഓക്കെ, ദെൻ ഇനി വരുന്നത് കോണ്ടാക്റ്റും കോണ്ടെക്സ്റ്റും. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നോക്കുക. അഡ്രസ്സർ എന്ന് പറഞ്ഞാൽ ഇമോട്ടീവ് ഫംഗ്ഷൻ ആണ്, എക്സ്പ്രസിങ് സ്പീക്കേഴ്സ് ഫീലിംഗ്. അഡ്രസ്സർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീക്കേഴ്സിന്റെ ഫീലിംഗ് ആണ് മെയിനായിട്ട് അതിൽ പറയുന്നത്, ഇമോട്ടീവ് ഫംഗ്ഷൻ ആണ്. ഇനി അഡ്രസ്സി എന്ന് പറഞ്ഞാൽ കൊണേറ്റീവ് ഫംഗ്ഷൻ. കൊണേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എയിംഡ് അറ്റ് ഇൻഫ്ലുവൻസിങ് ദ ലിസണർ. ലിസണറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നതാണ് എന്ത് അഡ്രസ്സി എന്ന് പറഞ്ഞാൽ. ഓക്കെ, കോഡ് എന്ന് പറഞ്ഞാൽ മെറ്റാലിംഗ്വൽ ഫംഗ്ഷൻ, ക്ലാരിഫൈങ് മീനിങ്ങിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നതാണ് കോഡ്. മെസ്സേജ് എന്ന് പറഞ്ഞാൽ പോയിറ്റിക് ഫംഗ്ഷൻ, എംഫസൈസസ് ദ ഫോം ദ മെസ്സേജ് കൺസിഡർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പം മെസ്സേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഫോം, കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫോം ആണ് എന്ത് മെസ്സേജ് എന്ന് പറഞ്ഞാൽ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഈ 6 ഫാക്ടേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചു വെക്കുക, അത്ര ചെയ്യേണ്ടത്. ഇനി കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഫാറ്റിക് ഫംഗ്ഷൻ, എൻഷുറിംഗ് കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ. കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണോ എന്നാണ് എംഫസൈസ് ചെയ്യുന്നതാണ് എന്ത് കോണ്ടാക്ട്. കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റെഫറൻഷ്യൽ ഫംഗ്ഷൻ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ അബൌട്ട് ദ കോണ്ടെക്സ്റ്റ്. ഇനി അടുത്തത് കീ വർക്ക്സ് ആണ്. ലാംഗ്വേജ് ഇൻ ലിറ്ററേച്ചർ 1969, ഫണ്ടമെന്റൽസ് ഓഫ് ലാംഗ്വേജ് 1956, ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് പോയറ്റിക്സ് 1958. ഇത്ര മാത്രം നോക്കുക. ദെൻ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടോ. ഫോർമലിസം, റഷ്യൻ ഫോർമലിസം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതൊക്കെ നെറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. വിക്ടർ സ്ലോവ്സ്കി ഈസ് അസോസിയേറ്റഡ് വിത്ത് ഏത് തിയറിയായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇത് എല്ലാവർക്കും അറിയുന്ന, നമ്മളിപ്പോൾ പഠിച്ചതാണ് റഷ്യൻ ഫോർമലിസം. അപ്പൊ ആൻസർ വന്നത് റഷ്യൻ ഫോർമലിസം ആണ്. ഓക്കെ, ഹു എമംഗ് ദ തിയറിസ്റ്റ് ഹോൾഡ് ദാറ്റ് മെറ്റഫർ ആൻഡ് മെറ്റോണിമി ആർ 2 സ്ട്രക്ചേഴ്സ് ഓഫ് ലാംഗ്വേജ്. അപ്പൊ മെറ്റഫറും മെറ്റോണിമി ലാംഗ്വേജിന്റെ 2 സ്ട്രക്ചർ ആയിട്ട് ആരാണ് പറഞ്ഞത്? ആരായിരുന്നു പറഞ്ഞത്? നിങ്ങൾ ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തോ? ഇനി ആൻസർ നോക്കാം നമുക്ക്. ആരാണ് പറഞ്ഞത്? റോമൻ യാക്കബ്സൺ ആണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇനി അടുത്തത് അറേഞ്ച് ക്രോണോളജിക്കൽ ഓർഡർ. ഇങ്ങനെ റൈറ്റേഴ്സിനെ തന്ന്, ഇതൊക്കെ നെറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റൈറ്റേഴ്സിനെ തന്ന് അതിനെ ക്രോണോളജി ആയിട്ട് ആക്കാൻ പറഞ്ഞു. അപ്പൊ ഇത് ആൻസർ തന്നെയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് ക്രോണോളജിക്കൽ ഓർഡറിൽ. ഫസ്റ്റ് ബോറിസിഷൻ, പിന്നെ വിക്ടർ സ്ലോവ്സ്കി, യൂറി ടിനിയാനോ, മിഖായിൽ ബക്തിൻ, റോമൻ യാക്കബ്സൺ. അടുത്തത് അറേഞ്ച് ദ ഫോളോയിങ് വർക്ക്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. വർക്ക്സിനെ ക്രോണോളജിക്കൽ ഓർഡറിലായിട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇതും ഞാൻ ആൻസർ ആണ് കൊടുത്തത്. ഓക്കെ, ഇത് ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഈ ടെക്സ്റ്റ് ഒക്കെ കൊടുത്തത്. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അടുത്തത് which of the following theoretical movements claimed that the device is the only hero of literature? ഡിവൈസിനെ പറ്റിയും സ്ട്രക്ചറിനെ പറ്റിയും പിന്നെ അതുപോലെ തന്നെ പോയറ്റിക് ടെക്നീക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞത് ഏതാണ്? ഡിവൈസിനെ കുറിച്ചൊക്കെ മെയിൻ ആയിട്ട് പറഞ്ഞത് ഏത് തിയറിയാണ്? നമ്മുടെ റഷ്യൻ ഫോർമലിസം. ഓക്കെ, ആൻസർ കണ്ടില്ലേ? ഓക്കെ, ഇനി നമുക്ക് ന്യൂ ക്രിറ്റിസം, റഷ്യൻ ഫോർമലിസം തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ജസ്റ്റ് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. ഇത് ന്യൂ ക്രിറ്റിസം ഞാൻ എടുക്കുന്നില്ല ഈ ക്ലാസ്സിൽ. ന്യൂ ക്രിറ്റിസം നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കി എടുക്കാം. പക്ഷേ ഇൻട്രൊഡക്ഷൻ പറയാം. ന്യൂ ക്രിറ്റിസം ഇസ് ദ വേ ഓഫ് സ്റ്റഡിങ് ലിറ്ററേച്ചർ ദാറ്റ് ഫോക്കസസ് ഓൺലി ഓൺ ദ ടെക്സ്റ്റ് ഇറ്റ്സെൽഫ്. ടെക്സ്റ്റിനെ മാത്രം തന്നെ ഫോക്കസ് ചെയ്ത് നോക്കുന്ന ഒരു സ്റ്റഡിയാണ് എന്ത് ന്യൂ ക്രിറ്റിസം എന്ന് പറഞ്ഞ തിയറിയിലും സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കണം, പിന്നെ എന്താണ് റഷ്യൻ ഫോർമലിസം ന്യൂ ക്രിറ്റിസം തമ്മിൽ ഡിഫറൻസ്? പിന്നെ എന്താണ്? ചോദിക്കൂ നിങ്ങൾ. അപ്പൊ നോക്കൂ, ഇറ്റ് ഡസന്റ് ലുക്ക് അറ്റ് ദ ഓതേഴ്സ് ലൈഫ് നോക്കുന്നില്ല. ദ ടൈം ഇൻ വിച്ച് ദ ടെക്സ്റ്റ് വാസ് റിട്ടൺ, ആ ടെക്സ്റ്റ് എഴുതിയ ടൈം, ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇതിൽ നോക്കുന്നില്ല. അല്ലെങ്കിൽ ഹൗ റീഡേഴ്സ് ഫീൽ അബൌട്ട് ഇറ്റ്, റീഡേഴ്സ് എങ്ങനെയാണ് ആ ടെക്സ്റ്റിനെ പറ്റി ഫീൽ ചെയ്യുന്നത്, അതൊന്നും ഇവര് നോക്കുന്നില്ല. ടെക്സ്റ്റ് മാത്രം, ടെക്സ്റ്റിന്റെ
ആ എന്താണ് നോക്കുന്നത് ഞാനിപ്പോ പറഞ്ഞുതരും. ഓക്കെ, ഇൻസ്റ്റെഡ് ഇറ്റ് അനലൈസസ് ഹൗ ദ വേർഡ്സ്, ഇമേജസ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ ടെക്സ്റ്റ് വർക്ക് ടുഗദർ ടു ക്രിയേറ്റ് മീനിങ്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ആ ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ പിന്നെ ഓതറിന്റെ ബയോഗ്രഫി ഒക്കെ നോക്കുന്നതിന് പകരം അവർ മെയിൻ ആയിട്ട് എന്താണ് നോക്കിയെന്നറിയോ? അതിലുള്ള ആ ടെക്സ്റ്റിലുള്ള വേർഡ്സ്, ഇമേജസ് ആൻഡ് സ്ട്രക്ചർ ഇതൊക്കെ കൂടി ആ ടെക്സ്റ്റിന്റെ മീനിങ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ന്യൂ ക്രിറ്റിസത്തിൽ ഇവർ പറയുന്നത്. ഇനി കീ ഐഡിയാസ് ഓഫ് ന്യൂ ക്രിറ്റിസം എന്ന് പറഞ്ഞാൽ ക്ലോസ് റീഡിംഗ് എന്ന് പറഞ്ഞ സംഭവമാണ്. ക്ലോസ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ പേയിങ് അറ്റൻഷൻ ടു എവറി ഡീറ്റെയിൽ ഇൻ ദ ടെക്സ്റ്റ്. ടെക്സ്റ്റ് കൊടുത്ത എവറി ഡീറ്റെയിൽസിനെ കുറിച്ചും ഇങ്ങനെ പഠിക്കുന്നതിനാണ് എന്ത് പറയാ? ക്ലോസ് റീഡിംഗ് എന്ന് പറയാം. ക്ലോസ് റീഡിംഗ് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ന്യൂ ക്രിറ്റിസിസം. ന്യൂ ക്രിറ്റിസിസം എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട നെയിമാണ് എന്ത്? ക്ലോസ് റീഡിംഗ്. ഓക്കെ, ഇഗ്നോർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഡോണ്ട് തിങ്ക് അബൌട്ട് ദ ഓതേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഓർ റീഡേഴ്സ് ഫീലിംഗ്സ്. ഓതേഴ്സ് ബാക്ക്ഗ്രൗണ്ട് നോക്കുന്നില്ല, അതുപോലെ തന്നെ റീഡേഴ്സ് ഫീലിംഗ്സും നോക്കുന്നില്ല. ഓക്കെ, അടുത്തത് ന്യൂ ക്രിറ്റിസിസം നോക്കാം. ഫോക്കസ് ഓൺ യൂണിറ്റി. ലുക്ക് ഫോർ ഹൗ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ടെക്സ്റ്റ് ഫിറ്റ് ടുഗദർ ടു ക്രിയേറ്റ് കംപ്ലീറ്റ് മെസ്സേജ്. ഇതിൽ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ യൂണിറ്റി. അതായത് ഇത്രയും പാർട്സ് നമ്മളിപ്പോൾ പറഞ്ഞ എന്തൊക്കെ നോക്കും? ഇമേജസും അതിന്റെ സ്ട്രക്ചറും അതിന്റെ എല്ലാം അതിനുള്ളത്തെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടിയിട്ട് യൂണിറ്റി, അതായത് ഒരുമിച്ച് നിന്നിട്ടാണ് ഒരു ടെക്സ്റ്റിന്റെ മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇനി അപ്പൊ എന്താണ് റഷ്യൻ ഫോർമലിസം മെയിൻ ആയിട്ട് നോക്കുന്നത്? അപ്പൊ റഷ്യൻ ഫോർമലിസം ന്യൂ ക്രിറ്റിസിസവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് നോക്കാം. റഷ്യൻ ഫോർമലിസം ഓൾസോ ഫോക്കസസ് ഓൺ ദ ടെക്സ്റ്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്, ബട്ട് ഇറ്റ്സ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ വാട്ട് മേക്സ് സംതിങ് ലിറ്റററി. പക്ഷെ മെയിൻ ആയിട്ട് ഇവര് ഫോർമലിസം നോക്കുന്നത് എന്താണെന്നറിയോ? ഒരു ടെക്സ്റ്റിനെ എങ്ങനെ ലിറ്റററി ഒരു സാഹിത്യമാക്കി മാറ്റാം. അങ്ങനെ ഡിഫെമിലിയറൈസേഷൻ നമ്മൾ പഠിച്ചില്ലേ? ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യം സ്ട്രേഞ്ച് ആക്കി മാറ്റുന്നത്. അപ്പൊ അതിലാണ് മെയിൻ ആയിട്ട് ഇവർ ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. It studies the techniques and structures used in writing like sounds, rhythm, storytelling methods. അതൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. It believes literature should make us see the things in a new way. Literature എന്താണ്? നമ്മുടെ ഒരു കാര്യം കാണാൻ ഒരു പുതിയ വേ ഒരുക്കുന്നുണ്ട് ലിറ്ററേച്ചർ. എ കോൺസെപ്റ്റ് കോൾഡ് ഡീഫെമിലിയറൈസേഷൻ നമ്മളിപ്പോൾ പറഞ്ഞതാണ്. അതാണ് റഷ്യൻ ഫോർമലിസം. മനസ്സിലായോ? ഓക്കെ, ഇനി സിമിലാരിറ്റീസ് നോക്കാം. ന്യൂ ക്രിറ്റിസിസത്തിന്റെയും റഷ്യൻ ഫോർമലിസത്തിന്റെയും വരുന്ന ഒരേ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? ബോത്ത് ഇഗ്നോർ ഓതേഴ്സ് ലൈഫ്, ഹിസ്റ്ററി ഓർ റീഡേഴ്സ് ഒപ്പീനിയൻ. രണ്ടും എന്തിനെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്? ഓതേഴ്സിന്റെ ലൈഫിനെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഹിസ്റ്ററി, അതായത് ഒരു ടെക്സ്റ്റ് എഴുതിയ ആ കാലഘട്ടത്തിനൊന്നും പറ്റി ഇവർ പഠിക്കുന്നില്ല. അതുപോലെ തന്നെ റീഡേഴ്സിന്റെ ഒപ്പീനിയൻ അവർ നോക്കുന്നില്ല. ബോത്ത് ഫോക്കസ് ഓൺലി ഓൺ ദ ടെക്സ്റ്റ് ഇറ്റ് സെൽഫ്. എന്തിലാണ് രണ്ടും ഫോക്കസ് ചെയ്യുന്നത്? ടെക്സ്റ്റിൽ മാത്രം. ആ ടെക്സ്റ്റിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ പുറമേക്ക് പോകുന്നില്ല. പുറമേക്ക് എന്ന് പറഞ്ഞാൽ ഓതറിന്റെ ബയോഗ്രഫി നോക്കുന്നില്ല, അതുപോലെ തന്നെ ഹിസ്റ്ററിക്കൽ കോണ്ടെക്സ്റ്റ് നോക്കുന്നില്ല. ഓക്കെ, ബോത്ത് അനലൈസ് ഹൗ ലിറ്റററി ടെക്നിക്സ് ലൈക്ക് ഇമേജറി ഓർ സ്ട്രക്ചർ ക്രിയേറ്റ് മീനിങ്. ബോത്ത് രണ്ടും നോക്കുന്നത് എന്താണ്? ഈ ഇമേജറിയും അതുപോലെ തന്നെ ഈ സ്ട്രക്ചറും ഒക്കെ കൂടിയിട്ട് ഈ ടെക്സ്റ്റിന്റെ മീനിങ് എങ്ങനെയാണ് ഇതൊക്കെ കൂടി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതാണ് സിമിലാരിറ്റീസ്. അപ്പൊ നിങ്ങൾ ചോദിക്കേണ്ട എന്താണ്, പിന്നെ എന്താണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്? എന്താണ് ഡിഫറൻസ് നോക്കണ്ടേ? ഓക്കെ, ഡിഫറൻസ് എന്ന് പറഞ്ഞാല് നോക്കാം. ന്യൂ ക്രിറ്റിസിസം ആൻഡ് റഷ്യൻ ഫോർമലിസം. ഫോക്കസ് ഓൺ ന്യൂ ക്രിറ്റിസിസത്തിന്റെ ഫോക്കസ് മെയിൻ ആയിട്ട് ന്യൂ ക്രിറ്റിസിസം ടെക്സ്റ്റ് മീനിങ് ആൻഡ് യൂണിറ്റി. ടെക്സ്റ്റിന്റെ മീനിങ് അർത്ഥം എന്താന്ന് നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിന്റെ യൂണിറ്റിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. റഷ്യൻ ഫോർമലിസം നോക്കുന്നത് ടെക്നിക്സ് ദാറ്റ് മേക്ക് എ ടെക്സ്റ്റ് ലിറ്റററി. കുറേ ടെക്നിക്സ്, ഒരു ലിറ്റററി ടെക്സ്റ്റിനെ സാഹിത്യത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കുറേ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയാണ് മെയിൻ ആയിട്ട് റഷ്യൻ ഫോർമലിസം നോക്കുന്നത്. ഇനി അപ്രോച്ച് നോക്കിയോ. ന്യൂ ക്രിറ്റിസിസം മെയിൻ ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ടുള്ളത് ക്ലോസ് റീഡിങ്ങിനാണ്. ഇന്റർപ്രറ്റീവ് ക്ലോസ് റീഡിങ്, ഒരു ബുക്കിനെ ക്ലോസ് റീഡിങ് ചെയ്യാണ്. ഇനി റഷ്യൻ ഫോർമലിസം എന്ന് പറഞ്ഞാൽ അനലിറ്റിക്കൽ ആണ്. മെയിൻ ആയിട്ട് സയന്റിഫിക് സ്റ്റഡി ഓഫ് ഫോമിനെ കുറിച്ച്, ഒരു ടെക്സ്റ്റിന്റെ സ്ട്രക്ചറിനെ കുറിച്ച്, ഫോമിനെ കുറിച്ച് ഒരു സയന്റിഫിക് സ്റ്റഡി നടത്തുകയാണ് എന്ത് ചെയ്യുന്നത്? റഷ്യൻ ഫോർമലിസം ചെയ്യുന്നത്. അതായത് ന്യൂ ക്രിറ്റിസിസം മെയിൻ ആയിട്ട് കോണ്ടന്റിനെ ഫോക്കസ് ചെയ്യുന്നു. ന്യൂ ക്രിറ്റിസിസം മെയിൻ ആയിട്ട് കോണ്ടന്റിനെ ഫോക്കസ് ചെയ്യുന്നു. റഷ്യൻ ഫോർമലിസം എന്തിനെ ഫോക്കസ് ചെയ്യുന്നു? ഫോമിൽ ഫോക്കസ് ചെയ്യുന്നു. അതാണ് ഡിഫറൻസ് മെയിൻ ആയിട്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പേർപ്പസ് ഓഫ് ഡിവൈസ് നോക്കിയോ. ന്യൂ ക്രിറ്റിസിസം ടൂൾസ് ഫോർ യൂണിറ്റി ആൻഡ് മീനിങ്. ഡിവൈസസ് എന്തിനാണ് യൂസ് ചെയ്തത്? യൂണിറ്റിക്കും മീനിങ് മേക്കിങ്ങിനുമാണ്. റഷ്യൻ ഫോർമലിസം ടൂൾസ്, അങ്ങനെ ഓരോ ടൂൾസ്, മെറ്റഫേഴ്സും മെറ്റോണിമി അതൊക്കെ യൂസ് ചെയ്ത് എന്തിനാണ്? ഒരു ഫെമിലിയർ ആയിട്ടുള്ള കാര്യം സ്ട്രേഞ്ച് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്. അതായത് ഒരു സിമിലർ, നമ്മളിപ്പോ ഡെയിലി പറയുന്ന സംസാരില്ലേ, അത് നമ്മൾ കുറച്ച് സാഹിത്യത്തിലേക്ക് മാറ്റാണ്. അപ്പൊ അവിടെ ഡീഫെമിലിയറൈസേഷൻ വേണ്ടിയാണ് അവർ ടൂൾസ് യൂസ് ചെയ്തത്.
ഇനി ഒറിജിൻ നോക്കിക്കോ, ഡിഫറൻസ് ആണിത്. ഒറിജിൻ ന്യൂ ക്രിറ്റിസം USA-ലും റഷ്യൻ ഫോർമലിസം റഷ്യയിലുമാണ് എമേർജ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് അവരുടെ ഡിഫറൻസ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ക്ലാസ് ഒക്കെ എല്ലാവരും കേൾക്കണം, കൺസിസ്റ്റന്റ് ആയിട്ട് കേട്ട് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് എന്തായാലും ഈ നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് ഈ തവണ നെറ്റ് ക്രാക്ക് ചെയ്തിരിക്കണം. സോ നമ്മൾ തരുന്ന ക്ലാസ്സും മോക്ക് ടെസ്റ്റും എല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് വരിക. സോ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കണം. ഓക്കെ, അപ്പം ലിറ്റററി തിയറി നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം. എല്ലാ തിയറിയും ഇതുപോലെ സിമ്പിൾ ആയിട്ട് എന്തായാലും നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്നതാണ്. അതെന്റെ എന്താണ്, ഐ എം അഷ്വറിങ് ദാറ്റ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ക്ലാസ് അവസാനിപ്പിക്കാം. താങ്ക് യു ഫോർ എവ്രി വൺ. ഓക്കെ, താങ്ക് യു സോ മച്ച്.